പ്രൈസ് ലോർഡ്. മഹാപരിശുദ്ധനായ ദൈവം, നല്ല ദൈവമേ, നല്ല അനുഗ്രഹപ്പെട്ട സന്ധ്യയ്ക്കായി സ്തോത്രം ചെയ്യാണ് കർത്താവെ. ഞങ്ങൾക്ക് ജീവൻ ബൈബിൾ കോളേജിലുള്ള ബന്ധത്തിൽ കർത്താവെ വചനം പഠിക്കുവാൻ അവിടുന്ന് ഒരുക്കിയ അവസരത്തിനായി സ്തോത്രം ചെയ്യുന്നു കർത്താവെ. ഈ കോളേജിനെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ഡയറക്ടർ, മറ്റ് എല്ലാ ഫാക്കൽറ്റി മെമ്പേഴ്സ്, സ്റ്റുഡൻസ് എല്ലാവരും ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യാണ് കർത്താവ്. ഞങ്ങൾക്ക് വരുന്ന അനുഗ്രഹപ്പെട്ട ക്ലാസ്സുകൾക്കായിട്ട് സ്തോത്രം ചെയ്യാണ് കർത്താവ്. ഇന്നത്തെ ക്ലാസ്സിനെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രത്യാൽ ചെറിയാൻ സാറിനെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു കർത്താവ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞങ്ങൾക്ക് അനുഗ്രഹപ്പെട്ട നിലകളിൽ വചനം പഠിപ്പിക്കുവാൻ കർത്താവിന്റെ ദാസനെ ബലപ്പെടുത്തിയല്ലോ. ഇന്നും കർത്താവെ വചനത്തിന്റെ ആഴങ്ങൾ മനസ്സിലാക്കുവാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കുന്നവർക്ക് സ്തോത്രം ചെയ്യാണ് കർത്താവ്. ക്ലാസ്സിനെ അനുഗ്രഹിക്കണമേ. കടന്നു വരുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദേവാസന്മാരെ, ദാസിമാരെ എല്ലാവരും ഓർത്ത് സ്തോത്രം ചെയ്യുന്നു കർത്താവ്. ഞങ്ങൾക്ക് ഏറ്റവും ഭംഗിയ വചനം പഠിച്ച് അങ്ങയുടെ വേലയിൽ വർദ്ധിച്ചു ഒരുപാട് സ്വർഗം ഇടയാക്കുന്നവർക്ക് സ്തോത്രം ചെയ്യാണ് കർത്താവ്. ഇന്നത്തെ ക്ലാസ്സിനെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കും. ആദ്യോടന്തം കർത്താവിന്റെ സാന്നിധ്യം അനുഭവിപ്പാൻ സ്വർഗം സഹായിക്കണമേ. ക്ലാസ്സിൽ കടന്നു വന്നിരിക്കുന്ന എല്ലാവരും ഒരിക്കൽ കൂടെ ഓർക്കുന്നു കർത്താവ്. കടന്നു വരുവാൻ ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ടവരെ വേഗത്തിൽ ക്ലാസ്സിൽ ചേരുവാൻ കർത്താവ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ക്ലാസ്സിനെ ഏറ്റവും അനുഗ്രഹിക്കും. കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ ധന്യമായ നാമത്തിൽ തന്നെ ആമേൻ. 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 എല്ലാവർക്കും വീണ്ടും സ്നേഹവന്ദനം അറിയിക്കുന്നു. നമ്മുടെ ഗിഹോൻ തിയോളജിക്കൽ സെമിനാരിയുടെ ഡയറക്ടറായിരിക്കുന്ന ബഹുമാനപ്പെട്ട ഡോക്ടർ എം. ബി. സൈമൺ പാസ്റ്റർ, ഇതിൻ്റെ മറ്റ് അഡ്മിനിസ്ട്രേറ്റേഴ്സ് എല്ലാവരെയും ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുകയും നന്ദി പറയുകയും ചെയ്യുന്നു. നമുക്ക് അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികളുടെ പുസ്തകം പഠിക്കുവാൻ ദൈവം ഒരു നല്ല അവസരം നൽകിയതോർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ഒരുപക്ഷെ ഈ കാലഘട്ടത്തിൽ ഏറ്റവും പഠിക്കേണ്ട ഒരു ഭാഗം തന്നെയാണ് അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ. അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികളുടെ ഒരു സംക്ഷിപ്തമായ പഠനമാണ് നാം നടത്തുന്നത്. എന്നാൽ ഇത് വീണ്ടും വീണ്ടും വായിക്കുകയും പഠിക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് കർത്താവിൻ്റെ വേലയെക്കുറിച്ചും സഭയെക്കുറിച്ചും വളരെ ആഴമായ ആത്മീയ ഉൾക്കാഴ്ചകൾ ലഭിച്ചുകൊണ്ടേയിരിക്കും. അത്രമാത്രം ആത്മപ്രചോദിതവും അതുപോലെ ആത്മനിർഭരമുള്ള പ്രവർത്തനങ്ങളുടെയും ഒക്കെ നേർസാക്ഷ്യമാണ് നമുക്ക് ഈ അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികളിൽ നിന്ന് ലഭിക്കുന്നത്. അതുകൊണ്ട് ഈ കാലഘട്ടത്തിലെ സുവിശേഷ പ്രവർത്തനത്തിനും സഭാജീവിതത്തിനും എല്ലാം വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു വേദഭാഗമാണ് അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ. അതിൽ നാം കഴിഞ്ഞ ദിവസം അപ്പോസ്തലനായ വിശുദ്ധ പൗലോസിന്റെ രണ്ടാമത്തെ മിഷണറി യാത്രയാണ് നാം പഠിച്ച് അവസാനിപ്പിച്ചത്. 18-ാം അധ്യായത്തിൽ കൊരിന്തിലുള്ള പ്രവർത്തനത്തെക്കുറിച്ച് നമ്മൾ പഠിച്ചു. അഥേനയിൽ നിന്നും പൗലോസ് കൊരിന്തിലേക്കാണ് വരുന്നത്. അഥേനയിൽ വലിയ കൂട്ടം ആളുകളൊന്നും രക്ഷാനുഭവത്തിലേക്ക് വന്നില്ല. അവര് വലിയ തത്വജ്ഞാനികളും മതപരമായി ദാർശനികരും ഒക്കെ ആയിട്ടുള്ള ആളുകളായിരുന്നു. എങ്കിലും അവിടെ കർത്താവിനെ സാക്ഷിച്ചതിന് ശേഷം പൗലോസ് കൊരിന്തിലേക്ക് വരുന്നു. കൊരിന്തിൽ വന്ന് ഏകദേശം 1.5 വർഷമാണ് കൊരിന്ത് പട്ടണത്തിൽ പൗലോസ് പ്രവർത്തിക്കുന്നത്. 1.5 വർഷത്തെ 18 മാസത്തെ പ്രവർത്തനം അവിടെ ഒരു അനുഗ്രഹിക്കപ്പെട്ട സഭ ഉളവാകുവാനിടയായി. അപ്പൊ ആ സമയത്ത് പൗലോസ് അവിടെ വരുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഒരു കുടുംബമാണ് അക്വിലാവിന്റെയും പ്രിസ്കില്ലയുടെയും കുടുംബം. അക്വിലാവും പ്രിസ്കില്ലയും AD 49 ക്ലൗദ്യോസിന്റെ ഒരു കൽപ്പന പ്രകാരം ഇറ്റലിയിൽ നിന്നും റോമിൽ നിന്നും യഹൂദന്മാരെല്ലാവരും ഒഴിഞ്ഞു പോകണം എന്നുള്ള കൽപ്പന പ്രകാരം അവരുടെ നാട്ടിലേക്ക് അവർ തിരിച്ചു വന്നവരാണ്. അപ്പൊ അങ്ങനെ വന്ന് അവര് അവിടെ താമസിക്കുകയും അവരോടൊരുമിച്ച് പൗലോസ് കൂടാരപ്പണി ചെയ്യുകയും ചെയ്തു. അപ്പൊ കൂടാരപ്പണി ചെയ്ത് കൈകൊണ്ട് അധ്വാനിച്ച് തൻ്റെ ചെലവിന് വേണ്ടിയുള്ള പ്രവർത്തനത്തിന് വേണ്ടിയുള്ള മാർഗമൊക്കെ കണ്ടെത്തി അങ്ങനെ പൗലോസ് അവിടെ 18 മാസം പ്രവർത്തിക്കുന്നു. അപ്പം ഇത് നമുക്ക് ഒത്തിരി മാനങ്ങൾ തരുന്നതാണ്. ഒരു സുവിശേഷകൻ, ഒരു മിഷണറി ജോലി ചെയ്യാമോ എന്നൊക്കെയുള്ള
ഒത്തിരി ചോദ്യങ്ങളൊക്കെ ആളുകൾ ചോദിക്കാറ്. എന്നാൽ ജോലി ചെയ്യാമോ എന്ന് ചോദിച്ചാൽ ജോലി ചെയ്യുന്നതിന് പ്രശ്നമൊന്നുമില്ല. ജോലി ചെയ്യാനുള്ള സാഹചര്യവും അതിനുള്ള എന്താണ് ഒരു പശ്ചാത്തലവുമാണുള്ളതെങ്കിൽ നമുക്ക് ജോലി ചെയ്യുന്നത് കൊണ്ട് യാതൊരു കുഴപ്പവുമില്ല. ജോലി ചെയ്യേണ്ട ആവശ്യം ഉള്ള ഒരു പ്രവർത്തന മേഖലയാണെങ്കിൽ നമുക്ക് ജോലി ചെയ്തേ പറ്റുകയുള്ളൂ. എന്നാൽ ജോലി ചെയ്യാൻ ഒക്കാത്ത വിധമുള്ള ശുശ്രൂഷ രംഗങ്ങളാണ് നമുക്കുള്ളതെങ്കിൽ നാം പിന്നീട് ഒരു തൊഴിൽ അന്വേഷിച്ച് പോകേണ്ടതായിട്ടുള്ള ആവശ്യം ഇല്ല. പ്രത്യേകിച്ച് ഒരു മിഷണറി പ്രവർത്തന രംഗത്ത് പോകുമ്പോൾ ഈ ഒരു കാര്യം വളരെ പ്രാധാന്യമുള്ളതാണ്. നമുക്കറിയാം, നമ്മുടെ കൾച്ചറിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മൾ ചിലപ്പോൾ ഒരുപക്ഷെ മറ്റു പല ഇടങ്ങളിലേക്കൊക്കെ സുവിശേഷവുമായിട്ടൊക്കെ പോകാറുണ്ട്. അപ്പോൾ അങ്ങനെ സുവിശേഷമായിട്ട് പോകുമ്പോൾ അവിടെ ജീവിക്കുവാനും പ്രവർത്തിക്കുവാനും ഒക്കെ ഇതുപോലെയുള്ള ചില കാര്യങ്ങൾ, ഇപ്പം ഒരാളിന്റെ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം തൊഴിൽ ചെയ്യുകയും തനിക്ക് കിട്ടുന്ന അവസരങ്ങളൊക്കെ താൻ സുവിശേഷം പങ്കുവയ്ക്കാൻ ഉപയോഗിക്കുകയും ചെയ്യുമ്പോൾ അത് ഒരുപക്ഷെങ്കിൽ അങ്ങനെയുള്ള ചില സാഹചര്യങ്ങളിൽ വളരെ പ്രയോജനം ചെയ്യും. എന്നാൽ മറ്റൊരു വശം എന്ന് പറയുന്നത്, ഒരു സ്ഥലത്തെ പൂർണ്ണസമയ പ്രവർത്തനത്തിന് വേണ്ടി ഒരു ദൈവദാസനെ നിയോഗിക്കുകയും അദ്ദേഹം ആ സഭയ്ക്ക് പൂർണ്ണസമയം ആവശ്യമായിരിക്കുകയും ചെയ്യുമ്പോൾ അദ്ദേഹം മറ്റൊരു ജോലിക്ക് പോകേണ്ടതായിട്ടുള്ള ആവശ്യമില്ല. അപ്പോൾ അങ്ങനെ നമുക്ക് ജനറലായിട്ടും ഒരാൾ ജോലി ചെയ്യാമോ എന്ന് നമ്മൾ ചോദിച്ചാൽ ജോലി ചെയ്യുന്നത് തെറ്റാണോ? അങ്ങനെ നമുക്ക് പറയാനൊക്കത്തില്ല. അപ്പൊ അതുകൊണ്ട് പൗലോസ് എല്ലായ്പ്പോഴും ഇങ്ങനെ കൂടാരപ്പണി ചെയ്തു. പൗലോസിന്റെ ആവശ്യം വന്ന ഇടങ്ങളിലൊക്കെയാണ് പൗലോസ് അത് ചെയ്തത്. അപ്പൊ നമുക്കറിയാം, ഇപ്പം വിദേശത്തേക്ക് പോകുന്ന ആളുകൾ, ഇപ്പൊ UK പോകുന്ന ആൾ, ഇപ്പൊ നമുക്കറിയാം നമ്മുടെ പിതാക്കന്മാരായിട്ട് അമേരിക്കയിലോട്ട് പോയിട്ടുള്ള പഴയ ആളുകളൊക്കെ യൂണിവേഴ്സിറ്റികളിൽ പോയി പിന്നെ അവര് ഡിഗ്രി എടുത്ത് പഠിച്ചതൊക്കെ അവർക്ക് ഫീസ് കൊടുക്കാനുള്ള പൈസയ്ക്ക് വേണ്ടി അവർ പണിയെടുത്തിട്ടാണ്. അവര് നമ്മുടെ തോമസ് കെ മാത്യു ചായന്റെയും അതുപോലെ നമ്മുടെ ഷാരോൺ തോമസ് ചായന്റെയും ഒക്കെ കാലഘട്ടം മുതൽ ഇങ്ങോട്ടുള്ള അമേരിക്കയിലോട്ട് പോയിട്ടുള്ള ധാരാളം ദൈവദാസന്മാരൊക്കെ അവിടെ പോയി ധാരാളം കഷ്ടപ്പെട്ട് പണിയെടുത്തിട്ടൊക്കെയാണ് അവര് അവിടുത്തെ സെമിനാരികളിൽ പഠിക്കുകയോ അല്ലെങ്കിൽ അവിടുത്തെ ഒരു സഭ രൂപീകരിക്കുകയോ പ്രവർത്തനങ്ങളൊക്കെ വിപുലീകരിക്കുകയോ ഒക്കെ ചെയ്തത്. എന്നാൽ പിന്നീട് അവർക്ക് മിഷൻ രംഗത്ത് കർത്താവ് ഉയർച്ചയും വളർച്ചയും ഒക്കെ കൊടുത്തതനുസരിച്ച് അവർ പിന്നീട് ആ ജോലി അങ്ങനെ ചെയ്യാതെ തന്നെ അവർക്ക് സുവിശേഷ വേലയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുവാനൊക്കെ ഇടയായിട്ട് തീർന്നിട്ടുണ്ട്. അപ്പൊ എനിക്ക് ഒരുപാട് പേരെ അറിയാം. ഈവൻ പെട്രോൾ പമ്പിൽ ഗ്യാസ് ഫില്ല് ചെയ്യാൻ വേണ്ടി പാർട്ട് ടൈം ജോലി ചെയ്ത ആളുകളും വലിയ മിഷൻ ലീഡേഴ്സ് അവരങ്ങനെ ചെയ്തിട്ടുണ്ട്. കാരണം ജോലി ചെയ്യാതെ മറ്റു സ്ഥലങ്ങളിൽ വരുമാനം ഉണ്ടാകത്തില്ല, അവർക്ക് ജീവിക്കാനൊക്കത്തില്ല. അപ്പം അങ്ങനെ ഇപ്പോഴും ജോലി ചെയ്തുകൊണ്ട് തന്നെ കർത്താവിന്റെ വേല ചെയ്യുകയും സഭാശുശ്രൂഷ ചെയ്യുകയും ചെയ്യുന്ന ആളുകൾ കേരളത്തിലെ കുറിച്ചല്ല ഞാൻ പറയുന്നത്, പക്ഷേ നോർത്ത് ഇന്ത്യയിലോ അല്ലെങ്കിൽ ഗൾഫ് രാജ്യങ്ങളിലോ യൂറോപ്യൻ രാജ്യങ്ങളിലോ അമേരിക്കയിലോ ഒക്കെ അങ്ങനെയുള്ള ആളുകളുണ്ട്. അപ്പൊ അത് ഒരു ജനറൽ നിയമമായിട്ട് എടുക്കുകയല്ല. എന്നാൽ ജോലി ചെയ്യുന്നത് തെറ്റല്ല. അത് ആവശ്യമുള്ള രംഗങ്ങളിൽ അത് ചെയ്യുന്നത് ഉചിതമാണ് എന്നുള്ള ഒരു സന്ദേശമാണ് നമുക്ക് ഈ പുസ്തകം നൽകുന്നത്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് ആ കാര്യം മനസ്സിലായി കാണുമല്ലോ. എന്നോട് കഴിഞ്ഞിടയ്ക്കൊക്കെ ചില ആളുകൾ ചോദിക്കും, വെച്ചാ പിന്നെ പാസ്റ്റർമാർ ജോലി ചെയ്യുന്നത് ശരിയാണോ? അപ്പൊ അങ്ങനെ ഒരു ഒറ്റ വാക്കിൽ വൺ വേർഡ് ക്വസ്റ്റ്യൻ അല്ല അത്. അപ്പൊ ഞാൻ പിന്നെ കുറച്ചു നേരം എടുത്തത് വിശദീകരിച്ച് അതിന്റെ സാഹചര്യത്തെ കുറിച്ച് പറഞ്ഞു മനസ്സിലാക്കി. അപ്പൊ അതുകൊണ്ട് നമ്മുടെ നാട്ടിൽ കേരളത്തിലെ സംബന്ധിച്ച് പാസ്റ്റർമാർ എന്തെങ്കിലും ജോലിക്ക് പോകുന്നെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ വിശ്വാസികൾ പിന്നെ ഇട്ടേക്കത്തില്ല. കാരണം അങ്ങനെ അവർ പ്രതീക്ഷിക്കുന്നില്ല. കാരണം ആ സഭ അവരെ പുലർത്തുവാനും ഒക്കെയുള്ള പ്രാപ്തിയുള്ളവരാണ്, അവർക്ക് കൊടുക്കാൻ മനസ്സുണ്ട്. പിന്നെ അതുകൊണ്ട് ജീവിക്കാൻ വേണ്ടി മറ്റൊരു തൊഴിൽ തേടിയൊന്നും പാസ്റ്റർ പോകേണ്ട ആവശ്യമില്ല. പിന്നീട് കൺവെൻഷന് പ്രസംഗിക്കുവോ ഒരു ബൈബിൾ സ്കൂളിൽ പഠിപ്പിക്കുവോ ഒരു ഉപവാസ പ്രാർത്ഥനയ്ക്ക് പോവുകയോ ഒക്കെ ചെയ്യുന്നതിനകത്ത് വിശ്വാസികൾക്ക് മറ്റു പ്രശ്നമൊന്നുമില്ല. അതേ സമയത്ത് രാവിലെ ഒരു കമ്പനിയിൽ പോയി ഉച്ചവരെ ജോലി ചെയ്ത് 2 മണിയാകുമ്പോൾ വന്നിട്ട് പിന്നെ മീറ്റിംഗ് നടത്താമെന്നൊക്കെ പറയുമ്പോൾ അത് ഒരിക്കലും നമ്മുടെ ഇവിടുത്തെ കൾച്ചർ അനുസരിച്ച് അത് യോജിക്കുന്ന ഒരു കാര്യമല്ല. നമ്മുടെ വൈദികർ, ഇവിടെയുള്ള അച്ഛന്മാര്, പാസ്റ്റർമാര്, ഇവരാരും അങ്ങനെയൊന്നും ചെയ്യുന്നവരല്ല. അതുകൊണ്ട് കേരളത്തെ സംബന്ധിച്ച് കേരളത്തിലെ പാസ്റ്റർമാര് മറ്റൊരു ജോലി ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. അപ്പോൾ തന്നെ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യേണ്ട ആവശ്യം വന്നാൽ അത് ചെയ്യുന്നതിൽ മടിക്കുകയും വേണ്ട. ഇപ്പം ഞാൻ ഓർക്കുന്നുണ്ട്, കോവിഡ് കാലത്ത് പിന്നെ വരുമാനമില്ലാതെ വന്നപ്പോൾ ദൈവദാസന്മാര് പലരും പല തൊഴിലുകൾ ചെയ്തു. അവരെ കൊണ്ട് കഴിയുന്ന രീതിയിലുള്ള തൊഴിലുകൾ ചെയ്തു. സുവിശേഷം പറയുകയും ഒരു ചെറിയ സഭ നടത്തുകയും. ചീരഞ്ചിറയിലുള്ള ഒരു ദൈവദാസൻ ഒരു ചെറിയ കട നടത്തി, പൊറോട്ടയും ബീഫും ഒക്കെ കൊടുത്ത് ഒരു കട നടത്തി. അദ്ദേഹത്തെ കുറിച്ച് സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ
ഇതായിട്ട് വന്നതായിരുന്നു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, എനിക്കറിയാവുന്ന ഒരു തൊഴിൽ ഞാൻ ചെയ്യുന്നു, കാരണം ഞാൻ പിന്നെ മറ്റുള്ളവരുടെ മുമ്പിൽ കൈനീട്ടേണ്ട ആവശ്യമില്ല, കാരണം ഇപ്പോഴത്തെ സാഹചര്യം അതാണ്, എനിക്ക് ഇറങ്ങിപ്പോയി പ്രവർത്തിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട്, ഞാൻ പാസ്റ്ററാണ്, ഞാൻ ഒരു മിഷണറിയാണ്. അങ്ങനെ പറഞ്ഞുകൊണ്ട് തന്നെയാണ് അദ്ദേഹം അത് ചെയ്യുന്നത്. കാരണം ഒന്നോ രണ്ടോ വിശ്വാസികൾ മാത്രമേ അവിടെ ഉള്ളൂ. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ചില സാഹചര്യങ്ങളിലൊക്കെ മനുഷ്യൻ അങ്ങനെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ അതുകൊണ്ട് ഒരു കോണ്ടെക്സ്റ്റ് അനുസരിച്ചാണ്, പശ്ചാത്തലാടിസ്ഥാനത്തിലാണ് നമ്മൾ അതിനെക്കുറിച്ച് വിലയിരുത്തേണ്ടതും തീരുമാനിക്കേണ്ടതും എന്നുള്ള കാര്യം കൂടെ ഓർത്തിരിക്കണം. അപ്പൊ തുകൽപ്പണി എന്ന് പറയുന്ന ഒരു പണിയായിരുന്നു. തുകലുകൊണ്ടുള്ള കൂടാരമടിക്കുന്ന, ഇപ്പോഴത്തെ ഈ കെട്ടിട നിർമ്മാണം പോലെയുള്ള തന്നെ ഒരു കാര്യമാണ്. അക്കാലത്ത് അങ്ങനെയുള്ള കൂടാരങ്ങളായിരുന്നു കൂടുതലും ചെയ്തു വന്നിരുന്നത്. അപ്പൊ അതുകൊണ്ട് സ്വന്തം കൈ കൊണ്ട് അധ്വാനിക്കുക എന്ന് പറയുന്നത് പിന്നെ ഒരു തൊഴിലല്ല. ഇപ്പൊ കമ്പ്യൂട്ടറിൽ ചെയ്യുന്ന ആളുകളുണ്ട്, അക്കൗണ്ട്സ് ചെയ്യുന്ന ആളുകളുണ്ട്, പല രീതിയിലുള്ള കാര്യങ്ങൾ. ഇപ്പൊ അല്ലെങ്കിൽ ഒരു എഡ്യൂക്കേഷണൽ ട്രെയിനിങ് കൊടുക്കുന്ന ആളുകളുണ്ടാവും. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലൊക്കെ നമുക്ക് കഴിയുന്ന രീതിയിലൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതുകൊണ്ടൊന്നും യാതൊരു കുഴപ്പവുമില്ല. എന്നാൽ ഒരു ശുശ്രൂഷകനെ പോറ്റാൻ ഒരു 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 ഗ്രാമീണ സഭ അല്ലെങ്കിൽ ഒരു വില്ലേജിലെ സഭ പ്രാപ്തമാണെങ്കിൽ തീർച്ചയായിട്ടും പിന്നെ അങ്ങനെയുള്ള ഒരു കാര്യത്തിലേക്ക് പോകേണ്ട ആവശ്യമില്ല. സഭ തന്നെയാണ് ആ കാര്യങ്ങൾ ചെയ്യേണ്ടത്. എന്നാൽ പ്രത്യേകമായ ചില സാഹചര്യങ്ങളിലൊക്കെ ഉള്ള കാര്യങ്ങളെ കുറിച്ച് മാത്രമാണ് ഇവിടെ ഇത് പറയുന്നത്. അപ്പൊ അതിനുശേഷം അവിടെയുള്ള പിന്നെ പ്രവർത്തനത്തിന് ശേഷം നമുക്കറിയാം, പൗലോസ് അതിനുശേഷം എഫെസോസിലേക്ക് വന്നു. ഞാൻ കൊരിന്തും എഫെസോസും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് നമ്മളൊരു പഠനത്തിൽ ഞാൻ കാണിച്ചിരുന്നു. ഒരു കടലിടുക്കിന്റെ അക്കരയും ഇക്കരയുമുള്ള സ്ഥലമാണ്. അവിടെ രണ്ടും വളരെ വലിയ വ്യാപാര കേന്ദ്രങ്ങളായിരുന്നു. പ്രത്യേകിച്ച് മെഡിറ്ററേനിയൻ കടലിൽ കൂടെ പോകുന്ന കപ്പലുകൾക്ക് ഷോർട്ട് കട്ടായിട്ട് ചരക്കുകൾ ഇറക്കി കയറ്റിക്കൊണ്ട് പോകുവാൻ വേണ്ടിയുള്ള വലിയ ദീർഘയാത്ര ഒഴിവാക്കുന്നതിന് വേണ്ടി ക്രെങ്ക്രയായാലും അതുപോലെ കൊരിന്തിലും പിന്നെ 2 തുറമുഖങ്ങൾ ഉണ്ടായിരുന്നു. എഫെസോസിലും തുറമുഖം ഉണ്ടായിരുന്നു. അപ്പൊ എഫെസോസും ഈ കൊരിന്തും തമ്മിൽ ഈ കടലിടുക്കിലൂടെയുള്ള കപ്പൽ ഗതാഗതവും ചരക്ക് നീക്കങ്ങളും വളരെ വ്യാപകമായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ 2 പട്ടണങ്ങളും വ്യാവസായികമായി വ്യാപാരപരമായിട്ട് വളരെ ഔന്നത്യത്തിലുള്ള സ്ഥലമായിരുന്നു. ഒരു തിരക്കേറിയ പട്ടണവും കൂടിയായിരുന്നു. ബഹുവിധ സംസ്കാരമുള്ള സ്ഥലമായിരുന്നു. അപ്പോൾ അവിടെ അപ്പൊ ഈ യാത്രക്കാരിൽ ഒരാളാണ് പൗലോസിനോട് കൊരിന്ത് സഭയെ എഫെസോസിൽ ഇരിക്കുമ്പോൾ കൊരിന്തിൽ നിന്ന് വന്ന കച്ചവടക്കാരാണ്, ഗോവയുടെ ആളുകളാണ് കൊരിന്ത് സഭയിലെ പ്രശ്നത്തെക്കുറിച്ച് പൗലോസിനെ ധരിപ്പിക്കുന്നത്. അങ്ങനെയൊക്കെ നമ്മൾ ആ കാര്യത്തെക്കുറിച്ച് പറഞ്ഞതായിരുന്നു. അപ്പൊ അതിനുശേഷം പൗലോസ് അവിടെ നിന്ന് സിറിയയിലെ അന്ത്യോക്യയിലും തുടങ്ങി കിലിക്കിയയിൽ പോയി. അതിനുശേഷം ദർബ, ലുസ്ത്ര, ഇക്കോന്യ, പിസിദ്യയിലെ അന്ത്യോക്യ എന്നിവയിൽ സന്ദർശിച്ചതിന് ശേഷം ത്രോവാസിൽ വന്നു, പിന്നെ ഫിലിപ്പിയിൽ വന്നു, തെസ്സലോനിക്കയിൽ വന്നു, ബെരോവയിൽ വന്നു, അഥേന, അതിനുശേഷം കൊരിന്ത്, എഫെസോസ്, പിന്നീട് കൈസരിയിലേക്ക് എത്തുകയും യെരുശലേമിലേക്ക് പോയി അപ്പോസ്തലന്മാരെയും സഭയെയും സന്ദർശിക്കുകയും ചെയ്തതിന് ശേഷം താൻ എന്ത് ചെയ്തു? അന്ത്യോക്യയിലേക്ക് തിരികെ വന്നു. അപ്പൊ അതാണ് നമ്മൾ 18-ാം അധ്യായത്തിന്റെ 22-ാമത്തെ വാക്യത്തിൽ പറയുന്നത്. കൈസരിയിൽ വന്നിറങ്ങി യെരുശലേമിലേക്ക് ചെന്നു, സഭയെ വന്ദനം ചെയ്തിട്ട് അന്ത്യോക്യയിലേക്ക് പോയി. 18-ാം അധ്യായത്തിന്റെ 22-ാമത്തെ വാക്യത്തിൽ അങ്ങനെയാണ് നാം വായിക്കുന്നത്. അപ്പൊ അന്ത്യോക്യയിൽ തന്നെ 2-ാമത്തെ മിഷണറി യാത്രയ്ക്ക് ശേഷം പൗലോസ് തിരികെ വരികയും കുറെ നാൾ താമസിച്ച ശേഷം, അപ്പൊ ഇനിയും 18-ാം അധ്യായത്തിന്റെ 23-ാം വാക്യം മുതലാണ് 3-ാമത്തെ മിഷണറി യാത്രയെ കുറിച്ചുള്ള വിവരം. 18-ാം അധ്യായം 23 മുതൽ 21-ാം അധ്യായം 17-ാമത്തെ വാക്യം വരെ. 18-ാം അധ്യായം 23 മുതൽ 21-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യം വരെയുള്ള ഭാഗങ്ങളിലാണ് പൗലോസിന്റെ 3-ാമത്തെ മിഷണറി യാത്രയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവിടെ നാം കാണുന്നത് അന്ത്യോക്യയിലേക്ക് തിരിച്ചു വരികയും അവിടെ കുറെ നാൾ താമസിച്ച ശേഷം പുറപ്പെട്ട് ക്രമത്താല് ഗലാത്യ ദേശത്തിലും ഫ്രുഗ്യയിലും സഞ്ചരിച്ച് ശിഷ്യന്മാരെയൊക്കെയും ഉറപ്പിച്ചു. അപ്പൊ 3-ാമത്തെ യാത്ര പൗലോസ് ആരംഭിക്കുമ്പോൾ താൻ 2-ാമത്തെ യാത്രയിലും 1-ാമത്തെ യാത്രയിലും സ്ഥാപിച്ച ചില പ്രധാന സ്ഥലങ്ങളൊക്കെ ഒന്നും കൂടെ സന്ദർശിച്ച് ഗലാത്യ ദേശത്തിലും ഫ്രുഗ്യയിലും സഞ്ചരിച്ചു. ഗലാത്യ ദേശത്തെ സഭയെക്കുറിച്ച് പൗലോസിന് വളരെയധികം ഭാരമുണ്ടായിരുന്നു. കാരണം അവിടെ യഹൂദന്മാരുടെ ദുരുപദേശം വളരെ ശക്തമായിട്ട് അവിടെ വ്യാപിച്ചിരുന്നു. ഗലാത്യ ലേഖനം വായിക്കുമ്പോൾ നമുക്കറിയാം, ന്യായപ്രമാണ സംബന്ധമായ വിഷയങ്ങളാണ് പൂർണ്ണമായിട്ട് അവർ എഴുതുന്നത്. ന്യായപ്രമാണത്തിൽ നിന്ന് കർത്താവ് നമുക്ക് സ്വാതന്ത്ര്യം നൽകിയിരിക്കുന്നു എന്ന് പറഞ്ഞ് പൗലോസ് ആ കാര്യം അവിടെ ഉറപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. അപ്പം അവിടെ
അതിനുശേഷം ശിഷ്യന്മാരെ ഉറപ്പിച്ചു എന്ന് പറഞ്ഞ ശേഷം അലക്സാണ്ട്രിയക്കാരനായി വാഗ്വൈഭവവും തിരുവഴുത്തുകളിൽ സാമർഥ്യവുമുള്ള അപ്പല്ലോസ് എന്നു പേരുള്ള യഹൂദൻ എഫെസോസിലെത്തി. ഇനിയും മറ്റൊരു കാര്യമാണ്, എഫെസോസിൽ അലക്സാണ്ട്രിയക്കാരനായ ഒരു മനുഷ്യൻ എത്തുന്നു. അലക്സാണ്ട്രിയക്കാരനായ ഈ മനുഷ്യൻ വാഗ്വൈഭവമുള്ള ആളാണ്, വാഗ്മിയാണ്, വളരെ പണ്ഡിതനായ ഒരു മനുഷ്യനാണ്. അപ്പൊ ഇദ്ദേഹം അലക്സാണ്ട്രിയ എന്ന് പറയുന്നത് ആ കാലഘട്ടത്തിൽ മതപരമായും തത്വചിന്താപരമായും വളരെയധികം പ്രാധാന്യം ഉണ്ടായിരുന്ന ഒരു സ്ഥലമാണ്. വളരെയധികം സാംസ്കാരികമായി ഉയർച്ച ഉണ്ടായിരുന്ന ഒരു സ്ഥലമാണ്. അപ്പം അവിടെ ഈ മനുഷ്യൻ അലക്സാണ്ട്രിയ സ്വദേശിയായിരുന്നു. അദ്ദേഹം ഒരു യഹൂദനായിരുന്നു. അദ്ദേഹം ഒരു പക്ഷെങ്കിൽ അദ്ദേഹം ഈ അലക്സാണ്ടർ സ്ഥാപിച്ച ഒരു സർവകലാശാല ഈ അലക്സാണ്ട്രിയയിൽ ഉണ്ടായിരുന്നു. അവിടെ അദ്ദേഹം പഠിച്ചിരുന്നിരിക്കാം. ബൗദ്ധികമായിട്ട് അല്ലെ ബുദ്ധിപരമായിട്ട് വളരെയധികം ഔന്നത്യം പ്രാപിച്ച ആളുകളുള്ള സ്ഥലമായിരുന്നു അത്. അങ്ങനെ അലക്സാണ്ട്രിയ നഗരത്തിൽ നിന്ന് വന്ന അദ്ദേഹം എഫെസോസിലെത്തി. അദ്ദേഹം ഒരു വ്യാപാരി ആയിരുന്നോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. എങ്കിലും അദ്ദേഹം ക്രിസ്തുവിനെ കുറിച്ച് സൂക്ഷ്മമായിട്ട് ക്രിസ്തുവിനെ കുറിച്ച് സൂക്ഷ്മമായി പഠിച്ചവനും ആയിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ക്രിസ്തുവിനെ കുറിച്ച് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന് ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അദ്ദേഹം യോഹന്നാന്റെ സ്നാനം വരെയുള്ള കാര്യങ്ങളെ മനസ്സിലാക്കിയിരുന്നു. അദ്ദേഹം യേശുക്രിസ്തുവിനെ കുറിച്ച് അദ്ദേഹം പ്രസംഗിച്ചിരുന്നു, യേശുക്രിസ്തുവിനെ കുറിച്ച് പഠിപ്പിച്ചിരുന്നു. യേശുക്രിസ്തു എന്ന മശിഹ വരുന്നു എന്ന് യഹൂദന്മാരോട് ഉപദേശിച്ചു. നിങ്ങൾ സ്നാനമേൽക്കണം എന്ന് അവരോട് പറഞ്ഞ് ചിലരെയൊക്കെ സ്നാനപ്പെടുത്തിയിരുന്നു. അപ്പം ഈ അപ്പല്ലോസ് എന്ന് പറയുന്ന ആള് ഒരു മിഷണറിയാണ്, ഒരു സുവിശേഷകനാണ് എന്ന് നമുക്ക് പറയാം. പക്ഷെ അദ്ദേഹം നാം ചിന്തിക്കുന്ന രീതിയിലുള്ള ഉപദേശ സത്യങ്ങളിലേക്ക് വന്ന വ്യക്തിയല്ല. അദ്ദേഹം യോഹന്നാൻ സ്നാപകന്റെ ഉപദേശം കേൾക്കുകയും ക്രിസ്തുവിനെ കുറിച്ച് അറിയുകയും ചെയ്തതിനു ശേഷം പിന്നീടുള്ള കാര്യങ്ങളെ കുറിച്ചൊന്നും അദ്ദേഹത്തിന് വലിയ ഗ്രാഹ്യം ഉണ്ടായിരുന്നില്ല. അപ്പൊ അതിനുശേഷമാണ് അദ്ദേഹം വലിയ എരിവുള്ള മതപരമായിട്ട് അല്ലെങ്കിൽ മിഷൻ പ്രവർത്തനങ്ങളിൽ ആളുകൾ മാനസാന്തരപ്പെടണമെന്നും ക്രിസ്തുവിനെ അറിയണമെന്നും മശിഹായെ സ്വീകരിക്കണമെന്നും ഒക്കെ വളരെ ആത്മാർത്ഥമായിട്ട് ചിന്തിച്ചിരുന്ന ഒരു വ്യക്തിയാണ്. അപ്പം എഫെസോസിൽ ഈ വന്നു ചേർന്ന ഈ അപ്പല്ലോസ് അവിടെയുള്ള സിനഗോഗുകളിൽ എഫെസോസിലെ സിനഗോഗുകളിൽ യേശുക്രിസ്തുവിനെ കുറിച്ച് പ്രസംഗിച്ചു. അപ്പൊ പൗലോസും സാധാരണ ചെന്നാൽ യേശുക്രിസ്തുവിനെ കുറിച്ചാണ് ഈ സിനഗോഗുകളിൽ ആദ്യം പോയി പ്രസംഗിക്കുന്നത്. അപ്പൊ അപ്പല്ലോസ് എന്ന പേരുള്ള യഹൂദൻ എഫെസോസിലെത്തി. അവൻ കർത്താവിന്റെ മാർഗത്തിൽ ഉപദേശം ലഭിച്ചവനായിരുന്നു. യോഹന്നാന്റെ സ്നാനത്തെക്കുറിച്ച് മാത്രം അറിഞ്ഞിരുന്നു. എങ്കിലും ആത്മാവിൽ എരിവുള്ളവനാകയാൽ അവൻ യേശുവിന്റെ സൂക്ഷ്മമായി പ്രസ്താവിക്കുകയും ഉപദേശിക്കുകയും ചെയ്തു. അവൻ പള്ളിയിൽ പ്രാഗൽഭ്യത്തോടെ പ്രസംഗിച്ചു തുടങ്ങി. അക്വിലാവും പ്രിസ്കില്ലയും അവന്റെ പ്രസംഗം കേട്ടാറെ അവനെ ചേർത്തുകൊണ്ട് ദൈവത്തിന്റെ മാർഗം അധികം സ്പഷ്ടമായി അവന് തെളിയിച്ചു കൊടുത്തു. അപ്പൊ ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. അക്വിലാവും പ്രിസ്കില്ലയും അവര് കൊരിന്തിൽ നിന്നും അവരെ എഫെസോസിലേക്ക് വന്നു. അവരെ എഫെസോസിലേക്ക് അവിടെ വന്നപ്പോൾ എന്താ ചെയ്യുന്നേ? ഈ അപ്പല്ലോസ് എന്ന് പറയുന്ന ആള് സിനഗോഗുകളിൽ, പള്ളികളിൽ യേശുക്രിസ്തുവിനെ കുറിച്ച് വളരെ പ്രാഗൽഭ്യത്തോടെ പ്രസംഗിക്കുന്നു. വാഗ്വൈഭവമുള്ള ആളാണ്, വളരെ ശക്തമായിട്ട് പ്രസംഗിക്കുവാൻ കഴിയുന്ന ആളാണ്, കാര്യങ്ങളെ വ്യക്തമായിട്ട് അവതരിപ്പിക്കാൻ കഴിയും. അപ്പോൾ അത്രമാത്രം ശക്തിയോടുകൂടി ഈ കാര്യങ്ങളെല്ലാം ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞു തുടങ്ങിയത് അക്വിലാവും പ്രിസ്കില്ലയും കേട്ടു. അവര് ക്രിസ്തുവിന്റെ സുവിശേഷം അറിയിക്കുന്നവരാകിയാൽ അവർ ഈ അപ്പല്ലോസിനെ പരിചയപ്പെടുകയും ചേർത്തുകൊള്ളുകയും കൂട്ടായ്മ ആചരിക്കുകയും ചെയ്തു. പക്ഷെ അവരൊരു കാര്യം ചെയ്തു. അവർ ദൈവത്തിന്റെ മാർഗം അധികം സ്പഷ്ടമായി അവന് തെളിയിച്ചു കൊടുത്തു. ക്രിസ്തുവിന്റെ മാർഗം അധികം സ്പഷ്ടമായി അവന് തെളിയിച്ചു കൊടുത്തു. അപ്പം നമുക്ക് അത് മനസ്സിലാക്കാൻ കഴിയുന്നത്, ഇദ്ദേഹം അലക്സാണ്ട്രിയക്കാരനായ
ഒരു വലിയ പണ്ഡിതൻ. ക്രിസ്തുവിനെ കുറിച്ച് വളരെ വാക്ചാതുര്യത്തോടെ പ്രസംഗിക്കുവാൻ കഴിയുന്നു, മിശിഹായെ കുറിച്ച് പറയാൻ കഴിയുന്നു, പഴയ നിയമ തിരുവെഴുത്തുകളെ കുറിച്ച് പറയാൻ കഴിയുന്നു. വളരെയധികം വലിയ PhD ഒക്കെ ഉള്ള ഒരാളിനെ പോലെ വളരെ പണ്ഡിതനായ മനുഷ്യൻ. ഈ അക്വിലാവും പ്രിസ്കില്ല എന്ന് പറയുന്ന ഒരു കുടുംബം എന്ന് പറയുന്നത്, അവര് ഈ റോമിൽ നിന്ന് എല്ലാവരും ഓടിപ്പോണമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഈ ക്ലൗദിയോസ് പറഞ്ഞു വിട്ട് അങ്ങനെ ഓടിപ്പോന്ന് ഒരു തൊഴിൽ ചെയ്ത് ജീവിക്കുന്ന ഒരു കുടുംബമാണ്. പക്ഷെ അവര് കർത്താവിന്റെ വേല ചെയ്യുന്നുമുണ്ട്. അങ്ങനെ വന്നൊരു കുടുംബമാണ്. പക്ഷെ അവര് കർത്താവിനെ കുറിച്ചുള്ള അധികം കാര്യങ്ങൾ സ്പഷ്ടമായി ഈ അപ്പല്ലോസിനോട് പറഞ്ഞു കൊടുക്കുകയാണ്. എന്താണ്? യോഹന്നാൻ സ്നാപകന്റെ സ്നാനം എന്ന് പറയുന്നത് മാനസാന്തരത്തിനുള്ള സ്നാനമായിരുന്നു. യോഹന്നാൻ സ്നാപകൻ പറഞ്ഞിട്ടുണ്ട് അവന്റെ പിന്നാലെ വരുന്നവനെ അനുഗമിക്കണമെന്ന്. പിന്നീട് കർത്താവ് കാൽവരി ക്രൂശിൽ മരിക്കുകയും കർത്താവിന്റെ പരിശുദ്ധാത്മാവിനെ കർത്താവ് പുനരുത്ഥാനത്തിനും സ്വർഗാരോഹണത്തിനും ശേഷം അയക്കുകയും അങ്ങനെ കർത്താവിന്റെ കൽപ്പന പ്രകാരം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനപ്പെടുത്തി ശിഷ്യന്മാരാക്കുന്ന ഒരു രീതിയാണ് നമുക്കുള്ളതെന്നും ഒക്കെയുള്ള പുതിയ നിയമത്തിന്റെ ഉപദേശ സത്യങ്ങൾ അദ്ദേഹത്തെ പറഞ്ഞു മനസ്സിലാക്കുകയാണ്. അങ്ങനെ അദ്ദേഹത്തെ പറഞ്ഞ് മനസ്സിലാക്കിയപ്പോൾ അദ്ദേഹത്തിന് അത് സ്വീകരിക്കുവാൻ തയ്യാറായി എന്നുള്ളതാണ് അപ്പല്ലോസിന്റെ ഒരു വലിയ പ്രത്യേകത. അപ്പം അത് അപ്പല്ലോസ് വലിയ ഒരു പണ്ഡിതനായിരുന്നിട്ട് പോലും അപ്പല്ലോസിന് അറിയാൻ വയ്യാത്ത ചില കാര്യങ്ങൾ ആത്മീയ മണ്ഡലത്തിൽ ഉണ്ട് എന്ന് മനസ്സിലാക്കി ആ പുതിയ ദർശനത്തിലേക്കും വെളിപ്പാടിലേക്കും ഒരു സാധാരണ കുടുംബം അദ്ദേഹത്തെ നയിക്കുവാൻ തയ്യാറായപ്പോൾ സന്മനസ്സോടുകൂടി ആ കാര്യത്തെ അവൻ സ്വീകരിച്ചു എന്നുള്ളതാണ്, തെളിയിച്ചു കൊടുത്തു. അവൻ അഖായിലേക്ക് പോകുവാൻ ഇച്ഛിച്ചപ്പോൾ സഹോദരന്മാർ അവനെ ഉത്സാഹിപ്പിക്കുകയും അവനെ കൈക്കൊള്ളേണ്ടതിന് ശിഷ്യന്മാർക്ക് എഴുതുകയും ചെയ്തു. അവിടെ എത്തിയാറെ അവൻ ദൈവകൃപയാൽ വിശ്വസിച്ചവർക്ക് വളരെ പ്രയോജനമായി തീർന്നു. യേശു തന്നെ ക്രിസ്തു എന്ന് തിരുവെഴുത്തുകളാൽ തെളിയിച്ച് ബലത്തോടെ യഹൂദരെ പരസ്യമായി ഖണ്ഡിച്ചു. അപ്പം ഈ ഉപദേശം കൂടെ കിട്ടിക്കഴിഞ്ഞപ്പോൾ കുറച്ചും കൂടെ പ്രാഗൽഭ്യത്തോടെ യഹൂദന്മാരോട് സംസാരിക്കുവാനും ന്യായപ്രമാണത്തിന് അതീതമായിട്ടുള്ള ദൈവകൃപ എന്താണെന്നും യേശു ക്രിസ്തുവിൽ കൂടെയുള്ള സുവിശേഷം എന്താണെന്നും ക്രിസ്തുവാണ് മശിഹ എന്നും അവരുടെ തിരുവെഴുത്തുകളെ അടിസ്ഥാനമാക്കി യഹൂദന്മാരെ മിണ്ടാതാക്കുന്ന രീതിയിൽ ഖണ്ഡിച്ചു എന്നാണ് പറയുന്നത്. അവരുടെ എല്ലാ വാദങ്ങളെയും ഖണ്ഡിച്ചു. വേദപണ്ഡിതന്മാർ പറയുന്നത് ഈ എബ്രായ ലേഖനം എഴുതിയത് അപ്പല്ലോസ് ആയിരിക്കാമെന്ന്. അത് നമ്മൾ അങ്ങനെ വിശ്വസിക്കണമെന്നില്ല. എന്നാൽ അങ്ങനെ ഒരു വാദമുണ്ട്. കാരണം ന്യായപ്രമാണ സംബന്ധമായിട്ടുള്ള യഹൂദന്മാരുടെ എല്ലാ വാദഗതികൾക്കും മറുപടി പറയുന്ന ഒരു ലേഖനമായിട്ട് നമുക്ക് അതിനെ കാണാം. അത് പൗലോസിന്റെ പല ലേഖനങ്ങളിൽ നിന്നും വ്യത്യാസമുള്ള ശൈലിയൊക്കെ അതിനുള്ളത് കൊണ്ട് ഇത് അപ്പല്ലോസ് ആയിരിക്കാം എഴുതിയതെന്ന് ഒരു നല്ല കൂട്ടം പണ്ഡിതന്മാരും അഭിപ്രായപ്പെടുന്നുണ്ട്. അപ്പൊ അത് നമ്മുടെ ഒരു ധാരണയ്ക്ക് വേണ്ടി ഞാൻ പറഞ്ഞു എന്നുള്ളത്. അപ്പൊ 19-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഈ അപ്പല്ലോസ് അതിനുശേഷം അപ്പല്ലോസ് കൊരിന്തിലിരിക്കുമ്പോഴാണ് പൗലോസ് ഉൾപ്രദേശങ്ങളിൽ കൂടെ സഞ്ചരിച്ച് എഫെസോസിലേക്ക് വരും. അപ്പം രണ്ടാമത്തെ മിഷണറി യാത്രയിൽ പൗലോസ് എഫെസോസിലേക്ക് എത്തുകയാണ്. പൗലോസ് എഫെസോസിലേക്ക് എത്തുമ്പോൾ അപ്പല്ലോസ് എങ്ങോട്ട് പോയി? അപ്പല്ലോസ് കൊരിന്തിലോട്ട് പോയി. അപ്പൊ അദ്ദേഹവും ഇങ്ങനെ പല ഇടങ്ങളിൽ സഞ്ചരിച്ച് പ്രവർത്തിക്കുന്നു. എഫെസോസിൽ എത്തിയപ്പോൾ അവിടെ ചില ശിഷ്യന്മാരെ പൗലോസ് കണ്ടു. അപ്പൊ നേരത്തെ ശിഷ്യന്മാരെക്കാളും കുറച്ചുകൂടെ വ്യത്യാസമുള്ള കുറച്ച് ശിഷ്യന്മാരെ കണ്ടു. അപ്പോൾ അവിടെയാണ് എഫെസോസിലെ പ്രവർത്തനം, അതായത് അന്ത്യോക്യയിൽ നിന്നും ഗലാത്യ പ്രദേശം, ഫ്രുഗ്യ തുടങ്ങിയ സ്ഥലങ്ങളിൽ സഞ്ചരിച്ചിട്ട് പൗലോസ് ഇപ്പോൾ രണ്ടാം മിഷണറി യാത്രയിൽ എഫെസോസിലേക്ക് എത്തിയിരിക്കുകയാണ്. ഈ എഫെസോസിൽ എത്തിയ പൗലോസ് അവിടെ നിന്നും അക്വിലാവിനോടും പ്രിസ്കില്ലയോടും കൂടെ കുറച്ചുനാൾ അവിടെ പ്രവർത്തിച്ചതിന് ശേഷം താന് എഫെസോസിലേക്ക് വന്നപ്പോഴാണ് ഈ കുറച്ച് ശിഷ്യന്മാരെ കാണുന്നത്. ശിഷ്യന്മാരെ എന്ന് ഉദ്ദേശിക്കുന്നത് കുറച്ച് വിശ്വാസികളെ കണ്ടു. അപ്പൊ അവരോട് പൗലോസ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. എഫെസോസിൽ ചില ശിഷ്യന്മാരെ കണ്ടു. അപ്പൊ നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു എന്ന് അവരോട് ചോദിച്ചു. അപ്പൊ ഈ ശിഷ്യന്മാരെ കണ്ടപ്പോൾ
ചുമ്മാ കണ്ടു, ഇങ്ങനെ അങ്ങോട്ട് കണ്ട ഉടനെ അങ്ങ് ചോദിക്കുമല്ല. നമ്മൾ അതിന്റെ ആ ഒരു ഇത് ഹിസ്റ്റോറിക്കൽ റൈറ്റിംഗ് ആണ്. ഒരു നറേഷൻ വളരെ കുറവാണ്. അപ്പൊ നമ്മളിങ്ങനെ പൗലോസ് ഇങ്ങനെ എഫെസോസിൽ കൂടെ വന്നപ്പം കുറച്ച് ശിഷ്യന്മാരെ കണ്ടു, ഉടനെ ഓടി ചെന്നിട്ട് നിങ്ങൾ പരിശുദ്ധമായി പ്രാപിച്ചു എന്ന് ചോദിക്കുമല്ല. അവരുമായിട്ട് പരിചയപ്പെടുകയും സംസാരിക്കുകയും ഇടപെടുകയും ഒക്കെ ചെയ്തപ്പോൾ അവരുടെ വിശ്വാസ നിലപാടുകളിൽ എന്തോ ഒരു കുറവുള്ളതായിട്ട് പൗലോസിന് തോന്നി. ഇത് തന്നെയാണ് അപ്പല്ലോസിനെ പരിചയപ്പെട്ടപ്പോൾ അക്വിലാവിനും പ്രിസ്കില്ലയ്ക്കും തോന്നിയത്. അപ്പോഴാണ് ഇത് യോഹന്നാന്റെ സ്നാനം വരെയുള്ള കാര്യമേ അദ്ദേഹം അറിഞ്ഞിട്ടുള്ളൂ. മിശിഹായെ കുറിച്ചും അറിയാം, പക്ഷെ അറിഞ്ഞത് വെച്ച് അദ്ദേഹം പള്ളികളിൽ പോയി ശക്തമായിട്ട് പ്രസംഗിക്കുകയായിരുന്നു. പക്ഷേ സുവിശേഷം പൂർണ്ണമായിട്ടും അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തുകയും ഒരുപക്ഷെ രക്ഷയുടെ പൂർണ്ണമായ അനുഭവത്തിലേക്ക് അദ്ദേഹം വരികയും അതിനുശേഷം അദ്ദേഹം യഹൂദന്മാരെ മിണ്ടാതാക്കുന്ന വിധത്തിലുള്ള വലിയ ശക്തമായ ശുശ്രൂഷ ചെയ്യുകയും ചെയ്തു. അപ്പം ഈ എഫെസോസിൽ കണ്ട ഈ പൗലോസ് ഇപ്പോൾ കണ്ട ശിഷ്യന്മാര് അപ്പല്ലോസിന്റെ പ്രവർത്തനത്തിലൂടെ ഒക്കെ കർത്താവിലേക്ക് വന്നവരാണ്, മാനസാന്തരപ്പെട്ട് വന്നവരാണ്. പക്ഷെ അവർക്കൊരു പ്രശ്നമുണ്ട്. അവരെവിടെ വരെ വന്നിട്ടുള്ളൂ? യോഹന്നാൻ സ്നാപകന്റെ അടുത്ത് വരെ വന്നിട്ടുള്ളൂ. മിശിഹ വന്നിട്ടുണ്ടെന്നൊക്കെ അറിയാം, പക്ഷെങ്കിൽ അവിടെ വരെ അവരുടെ ഉപദേശമേ കിട്ടിയിട്ടുള്ളൂ. അപ്പൊ അത് പൗലോസിന് മനസ്സിലായി. അപ്പൊ നമ്മളൊരു വ്യക്തിയുമായിട്ട് സംസാരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മിലുള്ളത് കൊണ്ട് നമുക്ക് ആ വ്യക്തിയുടെ ആത്മീയ നിലവാരം പെട്ടെന്ന് മനസ്സിലാക്കുവാൻ കഴിയും. അവൻ രണ്ടാം വരവിൽ വിശ്വസിക്കുന്നവനാണോ, കർത്താവിനെ വിശ്വസിക്കുന്നവനാണോ, സ്നാനത്തിൽ വിശ്വാസമുണ്ടോ, തൃത്വത്തിൽ വിശ്വസിക്കുന്നുണ്ടോ, തിരുവഴുത്തുകളെ വിശ്വസിക്കുന്നുണ്ടോ, ഇതൊക്കെ നമുക്ക് അല്പനേരത്തെ ഇടപാടുകളിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കുവാൻ. അങ്ങനെ മനസ്സിലാക്കുമ്പോൾ തെറ്റായ ഉപദേശമാണ് ഒരു വ്യക്തി ഉൾക്കൊള്ളുന്നതെങ്കിൽ അവനെ ഉപദേശിക്കുവാനും തിരുത്തുവാനും സത്യത്തിലേക്ക് കൊണ്ടുവരുവാനും ഒക്കെ നമുക്ക് കഴിയണം. അപ്പൊ ഇവിടെ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചോ എന്ന് പൗലോസ് ചോദിക്കാനുള്ള കാരണം ഇവരുടെ സ്നാനത്തെക്കുറിച്ച്, ഇവരുടെ സംസാരത്തെക്കുറിച്ച്, ഇവരുടെ സാക്ഷ്യത്തെക്കുറിച്ചൊക്കെ കേട്ടപ്പോൾ പൗലോസിന് ഇവരെ യഥാർത്ഥമായി രക്ഷയുടെ അനുഭവത്തിലേക്ക് വന്നവരല്ല എന്നുള്ള ഒരു തോന്നലുണ്ട്. അപ്പം വിശ്വസിച്ചതിന് ശേഷം പരിശുദ്ധാത്മാവ് പ്രാപിച്ചോ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് ഞങ്ങൾ കേട്ടിട്ട് പോലുമില്ല എന്നാണ് അവരുടെ മറുപടി. അപ്പൊ അങ്ങനെ പറഞ്ഞപ്പോ പൗലോസ് ചോദിക്കുന്നു, അപ്പൊ പിന്നെ നിങ്ങളുടെ സ്നാനം ഏതായിരുന്നു? അതാണ് പൗലോസ് ചോദിക്കുന്നത്. അപ്പൊ നമ്മൾ സ്നാനത്തിന്റെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിലാണ് സ്നാനം കൊടുക്കേണ്ടത് എന്നുള്ളതിന്റെ ഒരു തെളിവും കൂടെയാണ്. കാരണം പരിശുദ്ധാത്മാവിനെ കുറിച്ച് ബൈബിൾ ക്ലാസ് ഒന്നും പഠിച്ചിട്ടില്ലെങ്കിലും സ്നാനം ഏൽക്കുമ്പോൾ അന്ന് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിലാണ് സ്നാനം കൊടുക്കുന്നത്. അതുകൊണ്ട് ആ സമയത്തെങ്കിലും പരിശുദ്ധാത്മാവെന്ന് കേട്ടിരിക്കണം. അതുകൊണ്ടാണ് അങ്ങനെ ചോദിച്ചത്. അപ്പോൾ അവർ പറഞ്ഞ കാര്യം എന്താണെന്നറിയാമോ? യോഹന്നാന്റെ സ്നാനം എന്ന് അവർ പറഞ്ഞു. അപ്പൊ എഫെസോസിൽ അങ്ങനെ ഒരു വലിയ പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പൊ ഇത് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. ദേവദാസന്മാരും ഒക്കെ ഉണ്ടല്ലോ. ചില ദേശത്തിന്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് പൂർണ്ണമായ ഉപദേശം ലഭിക്കാത്ത ആളുകൾ അപൂർണമായ ചില സത്യങ്ങൾ ആളുകളെ അങ്ങ് പഠിപ്പിച്ചു വെച്ചു. പിന്നെ ചെല്ലുന്ന സത്യ ഉപദേശകർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പൊ എനിക്കറിയാം, ഞങ്ങളുടെ അടുത്തുള്ള ഒരു പ്രദേശത്ത്, തിരുവല്ല മേഖലയിലുള്ള ഒരു പ്രദേശത്ത് സ്നാനപ്പെടേണ്ട ആവശ്യമില്ല, പരിശുദ്ധാത്മ സ്നാനം മതി എന്ന് പഠിപ്പിക്കുന്ന ഒരു കൂട്ടരുണ്ട്. അവര് കൂട്ടായ്മകളൊക്കെ നടത്തി ഇങ്ങനെ പോകും. അപ്പൊ ഒരുപാട് ആളുകൾ കൂട്ടായ്മയ്ക്ക് വരും. സ്നാനപ്പെടണ്ട. അപ്പൊ അവരെല്ലാം അഭിഷേകം പ്രാപിക്കുകയും ആത്മാവിൽ ആരാധിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്, കൂട്ടായ്മയ്ക്ക് വരുന്നുണ്ട്. പിന്നീട് അവർ തിരിച്ച് പള്ളിയിലും പോകും. അപ്പം അവരോട് പറയുന്നത്, പഠിപ്പിക്കുന്നത് എന്താണെന്ന് പറയാം, നിങ്ങൾക്ക് എന്ത് മതി, ആത്മാവിന്റെ സ്നാനം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ജലസ്നാനത്തിനൊന്നും വലിയ പ്രാധാന്യമില്ല, അതുകൊണ്ട് സ്നാനപ്പെടേണ്ട ആവശ്യമില്ല. ആ ഉപദേശത്തിൽ നിൽക്കുന്ന ആളുകളോട് നമ്മൾ ചെന്ന് പിന്നീട് നിങ്ങൾ സ്നാനപ്പെടണം, ഇത് കർത്താവിന്റെ കൽപ്പനയാണെന്ന് പറഞ്ഞ് ഇവർ അംഗീകരിക്കുന്നു. അപ്പം ദുരുപദേശമോ അല്ലെങ്കിൽ ഉപദേശ ഭേദങ്ങളോ ഒരു സ്ഥലത്ത് വ്യാപിക്കുന്നത് സഭയുടെ വളർച്ചയ്ക്ക്, സത്യസഭയുടെ വളർച്ചയ്ക്ക് വളരെ ദോഷം ചെയ്യുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള ആളുകളെ കണ്ടെത്തുകയാണെങ്കിൽ അവരെ കറക്റ്റ് ചെയ്യുവാൻ നമ്മൾ തീർച്ചയായിട്ടും ബാധ്യസ്ഥരായിട്ടുള്ള ആളുകളാണ്. അപ്പൊ പൗലോസ് എന്താ ചെയ്തു? പൗലോസ് അവരോട് പറഞ്ഞു, യോഹന്നാൻ മാനസാന്തര സ്നാനമാണ് കഴിപ്പിച്ചത്, നിങ്ങൾ അവന്റെ പിന്നാലെ വരുന്ന കർത്താവിനെ വിശ്വസിക്കണമെന്നാണ് അവൻ ഉപദേശിച്ചത്.
അതുകൊണ്ട് നിങ്ങൾ കർത്താവായ യേശുവിന്റെ നാമത്തിൽ സ്നാനം ഏൽക്കണം, അല്ലെങ്കിൽ യേശു ക്രിസ്തുവിന്റെ സ്നാനം, അതായത് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിലുള്ള സ്നാനം ഏൽക്കണം എന്ന് പറയുകയും അവരെ സ്നാനമേറ്റു. പൗലോസ് അവരുടെ മേൽ കൈവച്ചു. അവർക്ക് പരിശുദ്ധാത്മാവിനെ ലഭിച്ചു. പരിശുദ്ധാത്മാവിനെ അവരുടെ മേൽ പകർന്നത് കണ്ടത് എങ്ങനെയാണ്? അവർ അന്യഭാഷകളിൽ സംസാരിക്കുകയും അവർ പ്രവചിക്കുകയും ചെയ്തു. അപ്പൊ അത് ഒരു വലിയ അടയാളമായി, ഒരു സാക്ഷ്യമായി ഈ എഫെസോസിൽ നമുക്ക് കാണുവാൻ കഴിയും. എഫെസോസിലെ ശിഷ്യന്മാരായിരുന്നെങ്കിലും അവര് കർത്താവിനെ കുറിച്ച് അറിയാമായിരുന്നു, സ്നാനപ്പെട്ടവരായിരുന്നു എന്നൊക്കെ പറഞ്ഞാലും അവർ യഥാർത്ഥത്തിലുള്ള സുവിശേഷ സത്യത്തിലേക്ക് വന്നവരായിരുന്നില്ല. അവർ കുഴപ്പക്കാരായിരുന്നു എന്നുള്ള അർത്ഥത്തിലല്ല, അവരൊന്നും മോശക്കാരായിരുന്നില്ല. പക്ഷേ അവരൊരു സുവിശേഷത്തിന്റെ വെളിപ്പാടിലേക്ക്, സഭയുടെ ഉപദേശത്തിലേക്ക് അവർ വന്ന ശേഷം അവര് സ്നാനപ്പെട്ടു. അവരെ ആത്മാവിനാൽ അഭിഷേകം അവർക്ക് ലഭിക്കുന്നു. അവരിൽ അന്യഭാഷകളും പ്രവചനവും തെളിവായിട്ട് അവിടെ പ്രകടമാകുകയും ചെയ്തു എന്ന് നമുക്ക് കാണുവാൻ കഴിയും. അവർ 12 പേരുണ്ടായിരുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എഫെസോസിലെ 12 ശിഷ്യന്മാർ അത് അപ്പൊല്ലോസിന്റെ ഒക്കെ ഉപദേശത്തിൽ നിന്നിരുന്ന ആളുകളാണ്. അപ്പൊല്ലോസ് രക്ഷപ്പെട്ടെങ്കിലും അപ്പൊല്ലോസ് ഉപദേശിച്ച ആളുകൾ എല്ലാവരും ഒന്നും ആ ഉപദേശത്തിലേക്കൊന്നും വന്നിട്ടില്ലായിരുന്നു എന്ന് നമുക്ക് കാണാം. പിന്നെ പൗലോസ് എന്ത് ചെയ്തു? അവിടെ നിന്നും എഫെസോസിലെ പള്ളികളിൽ ചെന്ന്, അതായത് സിനഗോഗുകളിൽ ചെന്ന് ദൈവരാജ്യത്തെക്കുറിച്ച് സമ്മതിപ്പിച്ചും കൊണ്ട് 3 മാസം അവിടെ പ്രവർത്തിച്ചു. 3 മാസം അവിടുത്തെ പള്ളികളിലൊക്കെ പ്രസംഗിച്ചു. പക്ഷെ 3 മാസം അവിടെ പ്രവർത്തിച്ചു കഴിഞ്ഞപ്പോൾ ചിലർ കഠിനപ്പെട്ട് അനുസരിക്കാതെ പുരുഷാരത്തിന് മുമ്പാകെ ഈ മാർഗത്തെ ദുഷിച്ചപ്പോൾ അവൻ അവരെ വിട്ട് ശിഷ്യന്മാരെ വേർതിരിച്ചു. അതായത് ചില ആളുകള് പൗലോസിന്റെ ഈ പ്രവർത്തനങ്ങളെ ദുഷിക്കാൻ തുടങ്ങി, വിമർശിക്കാൻ തുടങ്ങി, പരിഹസിക്കാൻ തുടങ്ങി. അവർ പ്രശ്നം ഉണ്ടാക്കി എന്ന് തന്നെ നമുക്ക് പറയാം. അപ്പൊ ഈ സിനഗോഗുകളിലെ വാതിലടയുകയാണ്. സിനഗോഗിൽ പോയി ഇനിയും സുവിശേഷം പറയുവാൻ ഒക്കാതെ വന്നപ്പോൾ പൗലോസ് അന്വേഷിച്ചപ്പോൾ തുറന്നോസ് എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് ഒരു പാഠശാലയുണ്ട്. അവിടെ ന്യായപ്രമാണം പഠിപ്പിക്കും, തത്വചിന്തകൾ പഠിപ്പിക്കും ഒക്കെ ചെയ്യുന്ന ഓഡിറ്റോറിയം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. വലിയ സെമിനാറുകളൊക്കെ നടത്താൻ വേണ്ടിയുള്ള ഒരു നമുക്കത് കൂലി കൊടുത്ത് അതെടുത്ത് നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു പാഠശാലയിലേക്ക് അദ്ദേഹത്തിന്റെ പ്രവർത്തനം മാറ്റി. അപ്പൊ അവിടെ പിന്നെ ആ പാഠശാലയിൽ യഥാർത്ഥത്തിൽ 5-ാം മണി മുതൽ 10-ാം മണി വരെ എന്നാണ് 19-ന്റെ 9-ാമത്തെ വചനത്തിൽ കടന്നു ദൃഷ്ടിച്ചപ്പോൾ തോമസിന്റെ പാഠശാലയിൽ ദിനംപ്രതി സമ്പാദിച്ചു വന്നു. അവിടുത്തെ ഈ തുർമോസിന്റെ പാഠശാലയിൽ സംവദിച്ചു എന്നുള്ളതിന് ചില കയ്യെഴുത്ത് പ്രതികളിൽ 5 മണി മുതൽ 9 മണി വരെ, 10 മണി വരെ എന്നൊക്കെയുള്ള ഒരു ടൈം ചില കയ്യെഴുത്ത് പ്രതികളിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് അവിടെയുള്ള പ്രവർത്തനങ്ങൾ യഥാർത്ഥത്തിൽ നിർത്തിവെക്കുന്ന ഒരു സമയമുണ്ട്. അതായത് ഈ ചൂട് കൂടുതലുള്ള സമയത്ത് അവിടെയുള്ള പ്രവർത്തനങ്ങൾ നിർത്തിവെക്കും. അപ്പൊ ആ ഒരു ഒഴിവു സമയം 11 മണി മുതൽ 4 മണി വരെ എന്നാണ് നമ്മുടെ ടൈം അനുസരിച്ച് പറയുക. 11 മണി മുതൽ 4 മണി വരെയുള്ള സമയം മറ്റ് പ്രവർത്തനങ്ങൾക്ക് വേണ്ടി തുറമോസിന്റെ പാഠശാല ഉപയോഗിക്കാത്തത് കൊണ്ട് പൗലോസ് അത് വാടകയ്ക്ക് എടുത്തു. അങ്ങനെ തുറമോസിന്റെ പാഠശാലയിൽ പൗലോസ് കുറെ നാളുകൾ, ഏകദേശം 2 വർഷം എഫെസോസിൽ താമസിച്ച് പൗലോസ് പ്രവർത്തിക്കുകയും ആസിയയിൽ പാർക്കുന്ന യഹൂദന്മാരും യവനന്മാരും കർത്താവിന്റെ വചനം കേട്ടു എന്നാണ് 10-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. 2 സംവത്സരം അവിടെ തുടർച്ചയായിട്ട് ബൈബിൾ ക്ലാസ്സുകളും പ്രാർത്ഥനകളും ആരാധനയും ഒക്കെ നടന്നു വന്നു. അവിടെ അസാധാരണമായ ചില അത്ഭുതങ്ങൾ ആ പ്രദേശത്തുണ്ടായി. ആസിയയിൽ പാർക്കുന്ന യഹൂദന്മാര്, യവനന്മാര്, ആസിയ എന്ന് പറയുന്നത് ഏഷ്യ മൈനറാണ്. ഏഷ്യ മൈനറിലുള്ള യഹൂദന്മാര് ഒക്കെ വന്ന് വചനം കേട്ടു. ദൈവം പൗലോസ് മുഖാന്തരം അസാധാരണമായ വീര്യപ്രവൃത്തികളെ ചെയ്തു. 1-ാം നൂറ്റാണ്ടിലെ ഒരു പ്രത്യേകത അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളും വചനത്തെ ഉറപ്പിക്കുകയും സഭയെ വളർത്തുകയും ചെയ്തു എന്ന് നമുക്ക് കാണുവാൻ കഴിയും. ഈ കാലഘട്ടത്തിലും അത്ഭുതങ്ങളും അടയാളങ്ങളും സഭയെ വളർത്തുന്നു. അത്ഭുതങ്ങൾ നിന്നു പോയിട്ടില്ല,
അടയാളങ്ങൾ നിന്നു പോയിട്ടില്ല, രോഗശാന്തി നിന്നു പോയിട്ടില്ല, ഒരു കൃപാവരവും നിന്നു പോയിട്ടില്ല. അപ്പൊ അത് ഈ കാലങ്ങളിലെ സഭയെ വളർത്തുന്നതിന് വേണ്ടി അതിന് നിയോഗമുള്ള ദൈവദാസന്മാർ ആ കൃപാവരങ്ങളെ ഉപയോഗിച്ച് ശുശ്രൂഷ ചെയ്യുമ്പോൾ നമുക്കറിയാം, ഇന്ന് വടക്കേ ഇന്ത്യയിലെ പ്രദേശങ്ങളിലും മറ്റു സ്ഥലങ്ങളിലുമൊക്കെ കൃപാവരങ്ങളുടെ വലിയ വ്യാപാരം അല്ലെങ്കിൽ അതിന്റെ ഒരു വലിയ ശുശ്രൂഷ നടക്കുന്നുണ്ട്. പല സ്ഥലങ്ങളിലും ഭൂതങ്ങൾ, പ്രാർത്ഥനയിൽ ഭൂതങ്ങൾ ഇളകുകയും ഭൂതങ്ങളെ പ്രാർത്ഥിച്ച് ശാസിക്കുകയും ഒക്കെ ചെയ്ത് അങ്ങനെയാണ് സഭകൾ പലയിടത്തും ഉളവാകുന്നത്. ചില മാറാ രോഗങ്ങൾ സൗഖ്യമാകുന്നു. അപ്പോൾ ഇങ്ങനെ വീര്യപ്രവർത്തികൾ, അസാധാരണമായ സംഭവങ്ങൾ ഇന്നും നടക്കുന്നു. പൗലോസിന്റെ കാലഘട്ടത്തിൽ അത് അസാധാരണമായിട്ട് നടന്നു. അവിടെ നടന്ന ഒരു കാര്യം, അവന്റെ മെയിൽ നിന്ന്, അവന്റെ ശരീരത്തിൽ നിന്ന് റൂമാലും ഉത്തരീയവും, അതായത് തൂവാലയും തോളയിൽ ഒക്കെ ഇടാൻ വേണ്ടിയുള്ള ടർക്കി അല്ലെങ്കിൽ തോർത്ത്, അത് ഉത്തരീയവും രോഗിയുടെ മേൽ കൊണ്ടുവന്നിട്ടു. കാരണം ആളുകൾ പൗലോസിന് അങ്ങോട്ട് ചെല്ലാൻ ഒക്കാത്ത വിധത്തിൽ ആളുകൾ ഓടിക്കൂടുകയാണ്. അപ്പൊ ആളുകൾ ഈ തൂവാലയും ഇതൊക്കെ എടുത്തുകൊണ്ട് പോയി അവരുടെ രോഗിയുടെ മേൽ കൊണ്ടിടുകയാണ്, വിശ്വാസത്തോടെ കൊണ്ടിടുകയാണ്. കൊണ്ടുവന്നിടുകയും ജാതികൾ അവരെ വിട്ടുപോവുകയും ചെയ്തു, ദുരാത്മാക്കൾ പുറപ്പെടുകയും ചെയ്തു. അപ്പോൾ അതൊരു ഒരു ഒരു അസാധാരണമായ ഒരു കാര്യമായിട്ട് തന്നെയാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പം അപ്പോസ്തലന്മാരുടെ നിഴല് തട്ടിയപ്പോൾ സൗഖ്യം വന്നു എന്ന് നമുക്ക് കാണാം. അവരുടെ ശരീരത്തിൽ അവരുപയോഗിച്ചിരുന്ന വസ്ത്രം അപ്പോൾ ആ റൂമാലുകൾ കൊണ്ടിട്ട് ആ വസ്ത്രത്തിൽ തൊട്ടപ്പോൾ, ആ വസ്ത്രം അവരുടെ ശരീരത്തിൽ തൊട്ടപ്പോൾ അവർ സൗഖ്യമായി, ദുരാത്മാക്കൾ വിട്ടുപോയി എന്ന് പറയുന്നു. അപ്പോൾ 1-ാം നൂറ്റാണ്ടിലുള്ള രോഗശാന്തിയുടെയും അത്ഭുതങ്ങളുടെയും ഒക്കെ ഒരു രീതി ഇവിടൊക്കെ ചില സൂചനകൾ മാത്രമായിട്ടാണ് കൊടുക്കുന്നത്. അപ്പോസ്തലന്മാരുടെ കമാൻഡിങ്, ബാല എഴുന്നേൽക്ക എന്നൊക്കെ പറയുന്ന അവരുടെ ആ ശക്തമായിട്ടുള്ള കമാൻഡിങ്, അത് ദൈവത്തിന്റെ അധികാരത്തോടെ പറയുന്നതാണ്. അപ്പൊ ആ അധികാരത്തിൽ വലിയ അത്ഭുതങ്ങൾ നടന്നിട്ടുണ്ട്. അതുപോലെ അവരുടെ ഇപ്പൊ ഇത് കുറച്ചുകൂടെ കഴിയുമ്പോഴാണ് ഈ അനോയിന്റിങ് ഓയിൽ അല്ലെങ്കിൽ ഈ എണ്ണയൊക്കെ ഉപയോഗിക്കുന്നത്. ഈ എണ്ണ പൂശി പ്രാർത്ഥിക്കുക എന്നൊക്കെ പറയുന്ന ഒരു രീതിയുണ്ട്. അപ്പം അത് മൂപ്പന്മാരെ വരുത്തി അങ്ങനെ ചെയ്യുമായിരുന്നു. അപ്പം പ്രാർത്ഥിച്ച് എണ്ണ തേച്ച് സൗഖ്യം കൊടുക്കുന്ന, സൗഖ്യമാകുന്ന ഒരു രീതി ആദിമസഭയിൽ ഉണ്ടായിരുന്നു. അതുപോലെ ഭൂതബാധിതരുടെ ഭൂതം ഒഴിപ്പിക്കുന്ന ഒരു രീതി, അത് ആരാധനയ്ക്ക് ശേഷം ഇങ്ങനെയുള്ള ഒരു 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 ശുശ്രൂഷ പോലും 2-ാം നൂറ്റാണ്ട് മുതലുള്ള സഭകളിൽ ഉണ്ടായിരുന്നു. വർഷിപ്പ് സർവീസ് കഴിഞ്ഞ ഉടൻ തന്നെ പ്രാർത്ഥിക്കാനുള്ള ആളുകൾ വരുന്നു, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അവരുടെ രോഗികളെ വേണ്ടി പ്രാർത്ഥിക്കുന്നു. അതിനുവേണ്ടി ഡീക്കൻസ് ഒക്കെ അതിനുവേണ്ടി ആ പ്രധാന ശുശ്രൂഷകനെ സഹായിക്കാൻ വേണ്ടി വരുന്നു. അവര് മൂപ്പന്മാര് ഭവനങ്ങളിൽ പോയി അവിടെ ഭവനത്തിൽ രോഗികളായിട്ട് കിടക്കുന്ന അവരുടെ മേൽ എണ്ണ പൂശി പ്രാർത്ഥിച്ച് സൗഖ്യം കൊടുക്കുന്നു. അങ്ങനെയുള്ള ഒരു രീതി ഉണ്ടായിരുന്നു. പിന്നീട് നമുക്കറിയാം, ഇന്ന് സാമുദായിക സഭകളിലൊക്കെ ഉള്ള പിന്നെ ചില പ്രവണതകൾ ഈ ഒരു രീതിയിൽ നിന്നും പിന്നീട് അത് ഡെവലപ്പ് ചെയ്ത് അത് അല്പം ദുഷിച്ച രീതിയിലായിപ്പോയതാണ്. അപ്പം അവര് പറഞ്ഞത് ഈ പരിശുദ്ധാത്മാവിനെ കൈവച്ച് പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുന്നു, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വന്നപ്പം അത് മെയിൻ പാസ്റ്ററാണ് അത് ചെയ്യേണ്ടത്. ഡീക്കൻസിന് അത്രയുള്ള അധികാരമില്ല, ശുശ്രൂഷകനാണ് ചെയ്യേണ്ടത്. അപ്പം ഒരു ശുശ്രൂഷകന്റെ, ഒരു അധ്യക്ഷന്റെ കീഴിൽ ധാരാളം സഭകൾ വന്നപ്പോൾ ഒരേ സമയത്ത് അദ്ദേഹത്തിന് എല്ലായിടങ്ങളിലും പോകാൻ ഒക്കാഞ്ഞത് കൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തു, ഈ അനോയിന്റിങ് ഓയിൽ പ്രാർത്ഥിച്ച് കുപ്പിയിലാക്കി ഇടവകളിലേക്ക് അല്ലെങ്കിൽ ആരാധനാലയങ്ങളിൽ കൊടുത്തു വിട്ടു.
അപ്പൊ അത് ആർക്ക് പകരമാണ്? ഈ ബിഷപ്പ് ചെയ്യുന്നതിന് പകരം ഇത് അവർക്ക് ചെയ്യാൻ വേണ്ടി കൊടുത്തു. അത് പിന്നീട് വന്നിട്ട് അതൊരു വലിയ സംഭവമായിട്ടങ്ങ് മാറി. അതാണ് ഇന്ന് പരിശുദ്ധാത്മാവിനെ ആർക്കും വേണ്ട. പരിശുദ്ധാത്മാവിന് പകരം ഈ അനോയിന്റിങ് ഓയിലും, ഈ ഓയിലാണ് പരിശുദ്ധാത്മാവെന്നാണ് അവര് ചിന്തിക്കുന്നത്. അപ്പം അത് പിന്നീട് ഒരു തെറ്റായ ഉപദേശത്തിലേക്കൊക്കെ പോയി. അതുപോലെ ഈ രോഗികളുടെ മേൽ റൂമാല് കൊണ്ടിട്ടു എന്ന് പറയുന്നത് ഒരു അസാധാരണവും ആ കാലഘട്ടത്തിലെ ഒറ്റപ്പെട്ട ചില സംഭവങ്ങളുമാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് അങ്ങനെ തൂവാലയൊന്നും പ്രാർത്ഥിച്ചു കൊടുത്തു വിടാനോ നമ്മുടെ തോളെ കിടക്കുന്ന തോർത്ത് കൊണ്ട് സൗഖ്യമാക്കാനോ ഒന്നും കഴിയത്തില്ല. ഇനി അസാധാരണമായിട്ട് അങ്ങനെ ഒരു കാര്യം നടന്നെങ്കിൽ അത് ദൈവത്തിന്റെ കൃപ, അത് ദൈവത്തിന്റെ പ്രവൃത്തി എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റൂ. പക്ഷെ അതിനെ ഒരു സംഭവമാക്കി ചില ആളുകൾ അങ്ങനെ റൂമാലുകൾ വിൽക്കുന്ന ആളുകളുണ്ട്. റൂമാലുകൾ വിൽക്കുന്ന ആളുകളുണ്ട്. ഈവൻ ടിഷ്യൂ പേപ്പർ പോലും അവർ അഭിഷിക്തന്മാരുടെ മുഖം തുടച്ച ടിഷ്യൂ പേപ്പർ പോലും എടുത്തുകൊണ്ട് പോയി തിന്നാനും തൊട്ട് പ്രാർത്ഥിക്കാനും ഒക്കെ ഇങ്ങനെ വ്യഗ്രത കാണിക്കുന്ന ഒരുപാട് ആളുകൾ, നമ്മുടെ ആളുകൾ തന്നെയാണ്. പെന്തക്കോസ്ത് എന്നുള്ള ലെവലിൽ നിൽക്കുന്ന ആളുകൾ തന്നെ അങ്ങനെ ചെയ്യുന്നുണ്ട്. അവരതിനെ വിലക്കുന്നില്ല. അവർക്കും അതൊരു സന്തോഷമാണ്. അവരും ഒരു ദൈവത്തിന്റെ പ്രവാചകനായിട്ടൊക്കെ അവരെ ഉയർത്തിക്കൊണ്ട് വരുന്നതിലൊക്കെ അവരും ആ പദവിയിലൊക്കെ അവർ ആനന്ദിക്കുന്നുണ്ട്. അവരാരായിരുന്നാലും അത് അങ്ങനെ പ്രോത്സാഹിപ്പിക്കാൻ പറ്റുന്ന ഒരു പ്രവണതയല്ല. അങ്ങനെ അപ്പോസ്തലന്മാരെല്ലാം അങ്ങനെ ഒരു ഇതായിട്ട് പറ്റില്ല. എന്നാൽ അസാധാരണമായിട്ട് അങ്ങനെയുള്ള സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. ഇപ്പൊ നമുക്കറിയാമല്ലോ, അന്ന് ഫോണൊന്നും ഇല്ലായിരുന്നു. ഇന്ന് ഫോണിൽ കൂടെ പ്രാർത്ഥിച്ച് സൗഖ്യമാകും അല്ലേ? അതുകൊണ്ട് അതൊരു ഒരു സ്ഥിരം പരിപാടിയാകാൻ അങ്ങനെ പറ്റില്ല. ഫോണിൽ കൂടെ പ്രാർത്ഥിച്ച സൗഖ്യമാകും. അഭിഷിക്തന്മാരുടെ തൂവാല തൊട്ടാൽ ചിലപ്പോൾ സൗഖ്യമാകും. റൂമാലുകളിട്ട സൗഖ്യമാകും. നിഴലിട്ട സൗഖ്യമാകും. അവരുടെ അധികാരത്തോടുള്ള ഒരു കമാൻഡിങ് ഉണ്ടെങ്കിൽ സൗഖ്യമാകും. വചനം അയച്ച് സൗഖ്യമാക്കും എന്നാണ് പറയുന്നത് അല്ലേ? അപ്പോൾ ഒരു വാക്യം പ്രാർത്ഥിച്ച് കമാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ സൗഖ്യമായെന്ന് വരും. അതിന് സ്ഥലകാല ഭേദമില്ലാതെ വരും. അതെല്ലാം കർത്താവ് പ്രവർത്തിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷെ അതിനെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷണലൈസ് ചെയ്ത് ഇതാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു രീതിയിലുള്ള ഒരു പ്രസ്ഥാനവൽക്കരണമാണ് പലപ്പോഴും തെറ്റായിട്ട് വരുന്നത് എന്ന് മനസ്സിലാക്കുക. അതിനുശേഷം അവിടെ നടന്ന മറ്റൊരു കാര്യമാണ്, യഹൂദന്മാരുടെ ദേശാന്തരികളായിട്ട് ഇഗ്നറൻസ് ആയിട്ട് ചുറ്റി സഞ്ചരിച്ച് നടന്ന കുറെ ആളുകൾ അവിടെ വന്നു. അവര് അവിടെ വന്നിട്ട് പൗലോസ് പ്രസംഗിക്കുന്ന യേശുവിന്റെ നാമത്തിൽ ഞാനാണ് ഇടുന്നു എന്ന് പറഞ്ഞ് യേശുവിന്റെ നാമം ചൊല്ലുവാൻ തുനിഞ്ഞു. അങ്ങനെ ചെയ്തവർ മഹാപുരോഹിതനായ സ്കേവ എന്ന ഒരു യഹൂദന്റെ 7 പുത്രന്മാരായി. ഇവര് മന്ത്രവാദികളാണ്. ഈ സ്കേവയുടെ സ്കേവ എന്ന് പറയുന്ന ആരാണ്? സ്കേവ എന്ന് പറയുന്നത് മഹാപുരോഹിതനാണ്. അപ്പൊ മഹാപുരോഹിതനായ സ്കേവയുടെ മക്കൾ ആരാണ്? മന്ത്രവാദികളാണ്. ഈ മഹാപുരോഹിതന്മാർ എവിടുന്ന് വരുന്നവരാണെന്ന് അറിയാമോ? സദൂക്കിൽ നിന്ന് വരുന്നവരാണ്. ദൈവത്തെയും ദേവരെയും വിശ്വാസമില്ലാത്തവരായിരുന്നു സദൂക്ക്. ആത്മാവിനെ വിശ്വാസമില്ല, പുനരുത്ഥാനത്തിൽ വിശ്വാസമില്ല, പരലോകത്തിൽ വിശ്വാസമില്ല. അങ്ങനെയുള്ള ആളുകളായിരുന്നു അക്കാലത്ത് സദൂക്യരിൽ നിന്നാണ് മഹാപുരോഹിതന്മാർ. അപ്പോൾ അങ്ങനെ ഈ 7 പുത്രന്മാരും മന്ത്രവാദികളായിരുന്നു. അവർ യഹൂദന്മാരായിരുന്നു. അപ്പൊ നമുക്ക് ഈ തിമോത്തിയോസിന്റെ ലേഖനം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും, അന്തമില്ലാത്ത വംശാവലിയിലും അതുപോലെ തന്നെ അങ്ങനെ പറയുന്ന ഒരു ഭാഗമുണ്ട് അല്ലേ? അവരുടെ യഹൂദന്മാരുടെ അന്തമില്ലാത്ത വംശാവലി. എനിക്ക് തോന്നുന്നു തിമോത്തിയോസ് 2-ാം അധ്യായം 1-ാം അധ്യായം. ഒന്നാം അധ്യായം 1 തിമോത്തിയോസ് 1-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യം. അന്യഥ ഉപദേശിക്കരുതെന്ന് വിശ്വാസം എന്ന ദൈവവ്യവസ്ഥയ്ക്കല്ല, തർക്കങ്ങൾക്ക് മാത്രം ഉതകുന്ന കെട്ടുകഥകളെയും അന്തമില്ലാത്ത വംശാവലികളെയും ശ്രദ്ധിക്കരുതെന്നും ചിലരോട് ആജ്ഞാപിക്കേണ്ടതിന് നീ എഫെസോസിൽ താമസിക്കണം. അപ്പൊ എഫെസോസിലെ ശുശ്രൂഷ തിമോത്തിയോസിനെ പരമേൽപ്പിക്കുമ്പോൾ അവിടെയുള്ള സഭയുടെ ചില പശ്ചാത്തലത്തെക്കുറിച്ച് പറയുന്ന സമയത്ത് അവിടെ ഇതിനകത്ത് കുറെ ഭാഗങ്ങളിൽ ഇതുപോലെയുള്ള മന്ത്രവാദ വിദ്യകളും ഒക്കെ പ്രാക്ടീസ് ചെയ്യുന്ന യഹൂദന്മാരെ കുറിച്ച് സൂചിപ്പിക്കുന്നു. അപ്പൊ ആ കാലഘട്ടത്തിലെ യഹൂദന്മാരായിട്ടുള്ള കുറെ ആളുകൾ ഈ ഗ്രീക്ക് ഫിലോസഫിയുമായിട്ട് ബന്ധപ്പെട്ടും അതുപോലെ പാഗൻ റിലീജിയൻസിന്റെ മന്ത്രവാദങ്ങളിൽ അകപ്പെട്ടും ഒക്കെ. അപ്പൊ സൈമൻ സീമോനെ നമുക്കറിയാമല്ലോ.
സൈമൺ മാഗസ് അല്ലെ, നമ്മുടെ പരിശുദ്ധാത്മാവിനെ വില കൊടുത്തു വാങ്ങാൻ ശ്രമിച്ച ആഭിചാരക്കാരനായ ആ വ്യക്തിയെ നമുക്കറിയാം. അതുപോലെ പിന്നെ ഒത്തിരി ആളുകളെ നമ്മൾ കാണുന്നുണ്ട് ഈ ഇതിലെല്ലാം. അപ്പൊ അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് പറയുന്ന ഒരു കാര്യമാണ് കെട്ടുകഥകളും അന്തമില്ലാത്ത വംശാവലികൾ. അപ്പൊ കെട്ടുകഥകളും അത് മിത്തോളജിയാണ്. മിത്തോളജി എന്നാണ് അതിനെ കുറിച്ച് പറയുന്നത്. മിത്തോളജീസ് ആൻഡ് ജീനിയോളജീസ്, ഇത് രണ്ടും ഉപയോഗിച്ചിരുന്ന കുറെ യഹൂദന്മാരുണ്ടായിരുന്നു. അവർ യഹൂദ ക്രിസ്ത്യാനികളുമായിരുന്നു. അതാണ് പ്രത്യേകത. യഹൂദവാദികളായ ചില ക്രിസ്ത്യാനികൾ, അവർ ശരിയായ ഉപദേശം ലഭിച്ചവരല്ല. അവർ ഈ തെറ്റായ മാർഗത്തിലൂടെ വന്നിട്ട് സഭയെ അന്യഥ ഉപദേശിക്കുവാൻ, എന്ന് പറഞ്ഞാൽ സ്ട്രെയിഞ്ച് ടീച്ചിങ് എന്നാണ്. അന്യഥ ഉപദേശിക്കുക എന്ന് പറഞ്ഞാൽ എന്തോ അർത്ഥം? സ്ട്രെയിഞ്ച് ടീച്ചിങ്, വ്യത്യസ്തമായി ഉപദേശിക്കുക, അതാണ് അതിന്റെ അർത്ഥം. അപ്പോൾ അങ്ങനെ ഉപദേശിച്ചു. പൗലോസ് തിമോഥെയോസിനോട് പറയാം, നീ എന്ത് ചെയ്യണം? നീ അത് ശ്രദ്ധിക്കാതെ എഫെസോസിൽ താമസിച്ച് പഥ്യോപദേശം പഠിപ്പിക്കണം. അതിനുവേണ്ടിയാണ് ഈ തിമോഥെയോസിന്റെ 1-ാമത്തെ ലേഖനം എഴുതുന്നത്. അപ്പൊ ഇതുപോലെയുള്ള കുറെ മാഗീസ് അല്ലെങ്കിൽ മജീഷ്യൻസ്, ആഭിചാരക്കാര് ഒക്കെ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള അതിന്റെ ഒരു ഉദാഹരണമാണ് ഈ സ്കേവയുടെ മഹാപുരോഹിതന്റെ മക്കൾ. അവര് അങ്ങനെ ചെയ്ത് വന്നു. അവര് ദുരാത്മാവ് അവരോട് യേശുവിനെ ഞാൻ അറിയുന്നു, പൗലോസിനെയും പരിചയമുണ്ട്, എന്നാൽ നിങ്ങൾ ആരെന്ന് ചോദിച്ചു. അപ്പോൾ ഈ പൗലോസിന്റെ പ്രാർത്ഥനയാലും ശുശ്രൂഷയാലും ഭൂതങ്ങളൊക്കെ അലറിയോടുകയും വിട്ടുപോവുകയും വ്യാധികൾ സൗഖ്യമൊക്കെ ചെയ്യുന്ന കണ്ടപ്പോൾ അത് ഞങ്ങൾക്കും ചെയ്യാൻ പറ്റും എന്നുള്ള നിലയിൽ യേശുവിന്റെ നാമം ചൊല്ലി അത് ചെയ്യാൻ വേണ്ടിയാണ് ഇവര് തുനിഞ്ഞത്. അങ്ങനെ തുനിഞ്ഞപ്പോൾ ദുരാത്മാവ് നേരെ ചോദിച്ചു, പൗലോസിനെ ഞങ്ങൾക്കറിയാം, അഭിഷിക്തന്മാരായ ശുശ്രൂഷന്മാരെ ഞങ്ങൾക്കറിയാം, ഇനി ഉപദേശവും ദൈവശാസ്ത്രവും തിയോളജിയും ഒക്കെ ഞങ്ങൾക്കറിയാം, പക്ഷെ നീ ആരാണ്? അതാണ് ചോദിക്കുന്നത്. ഈ യേശുവിന്റെ നാമം എടുക്കാൻ നീ ആരാണ് എന്ന് ചോദിച്ചു. പൗലോസിനെ ഞങ്ങൾക്കറിയാം, നിങ്ങൾ ആരെന്ന് ചോദിച്ചു. പിന്നെ ദുരാത്മാവുള്ള മനുഷ്യൻ അവരുടെ മേൽ ചാടി അവരെ ഇരുവരെയും കീഴടക്കി ജയിക്കയാൽ അവർ നഗ്നരും മുറിവേറ്റവരുമായി ആ വീട്ടിൽ നിന്ന് ഓടിപ്പോയി. ഇത് എഫെസോസിൽ പാർക്കുന്ന സകല യഹൂദന്മാരും യവനന്മാരും അറിഞ്ഞു. അവർക്കൊക്കെയും ഭയം തട്ടി. കർത്താവായ യേശുവിന്റെ നാമം മഹിമപ്പെട്ടു. വിശ്വസിച്ചവർ അനേകരും വന്ന് തങ്ങളുടെ പ്രവൃത്തികളെ പറഞ്ഞ് അറിയിച്ചു. ക്ഷുദ്രപ്രയോഗം ചെയ്തിരുന്ന പലരും, അപ്പൊ ആ യഹൂദന്മാരായിട്ടുള്ള ആളുകൾക്ക് ഇങ്ങനെ ഈ മന്ത്രവാദം ചെയ്യുന്ന പരിപാടികൾ ഉണ്ടായിരുന്നു. തങ്ങളുടെ പുസ്തകങ്ങളെ കൊണ്ടുവന്ന് എല്ലാവരും കാണുക ചുട്ടുകളഞ്ഞു. എല്ലാവരും കാണുക ആ പുസ്തകങ്ങളെ ചുട്ടുകളഞ്ഞു എന്നാണ് നമ്മൾ കാണുന്നത്. അവിടെ ഒരു പ്രത്യേക കാര്യം ഞാൻ പറയാം. പത്തൊമ്പതാം വാക്യത്തിലാണ് സാറേ, 19-ാം വാക്യം. 19-ാം ക്ഷുദ്രപ്രയോഗം ചെയ്തിരുന്ന പലരും തങ്ങളുടെ പുസ്തകങ്ങളെ കൊണ്ടുവന്ന് എല്ലാവരും കാണുക ചുട്ടുകളഞ്ഞു. അപ്പൊ ഞാൻ നോക്കിയത് അതല്ല, ഈ അടുത്ത കുറച്ചു കാലങ്ങൾക്ക് മുമ്പ് 1863, ഞാനതാണ് നോക്കിയത്, നോട്ടിനൊക്കെ നോക്കുക. 1863, അതായത് ഈ അടുത്ത കുറച്ച് വർഷങ്ങൾ, കുറെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് 1863 എഫെസോസ് പട്ടണം ഉത്ഖനനം ചെയ്തു. ആർക്കിയോളജിക്കൽ എക്സ്കവേഷൻ ചെയ്തിരുന്ന ആള് JT വുഡ് എന്ന് പറയുന്ന ആള്. JT വുഡ് എന്ന് പറയുന്ന ആള് അവിടം ഈ എഫെസോസ് പട്ടണം എക്സ്കവേഷൻ നടത്തിയപ്പോൾ അവിടുത്തെ അർത്തമീസ് ദേവിയുടെ ക്ഷേത്രത്തിന്റെ ഭാഗങ്ങൾ അദ്ദേഹം കണ്ടെത്തി. അതുപോലെ തന്നെ
അവിടുത്തെ രംഗസ്ഥലം, വലിയ ഒരു ഓഡിറ്റോറിയം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ എന്താണ് പറയുന്നത്, വലിയ രംഗസ്ഥലം, അത് ആ ഭാഗം കണ്ടെത്തി. അതോടൊപ്പം ഈ 19-ാം വാക്യത്തിൽ പറയുന്നത് എന്ന കാര്യത്തെ സാധൂകരിക്കത്തക്ക രീതിയിലുള്ള മന്ത്രവാദ ഗ്രന്ഥങ്ങളുടെ ഒരു പുസ്തകം, ഒരു തുകൽച്ചുരുളിലുള്ള ഒരു പുസ്തകം ഈ എക്സ്കവേഷനിൽ 1863 എഫെസോസിൽ നിന്നും കണ്ടെത്തിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ആ പുസ്തകം ഇപ്പോൾ ബ്രിട്ടീഷ് മ്യൂസിയത്തിൽ സൂക്ഷിച്ചിട്ടുണ്ട് എന്നും നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. അപ്പം അത് അങ്ങനെയാണ്. അപ്പോൾ ഈ കർത്താവിന്റെ നാമത്തെ പരിഹസിക്കുവാനും അനുകരിക്കുവാനും യേശുവിന്റെ നാമത്തിൽ ശുശ്രൂഷിക്കുവാനും ഒക്കെ അനുഭവങ്ങളില്ലാത്തവരും കർത്താവ് വിളിച്ചിട്ടില്ലാത്തവരും ഒക്കെ ശ്രമിച്ചാൽ അത് അവർ പരാജയത്തിലായിരിക്കും. അവർക്ക് അതിനുള്ള അധികാരമില്ല. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുവാനോ ശുശ്രൂഷിക്കുവാനോ ദൈവം അധികാരപ്പെടുത്താത്ത ആർക്കും സാധ്യമല്ല. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അത് വലിയ ശിക്ഷയ്ക്ക് കാരണമാകും എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അപ്പൊ അതുകൊണ്ട് ദൈവം നമ്മുടെ മേൽ പരമേൽപ്പിച്ചിരിക്കുന്ന ദൗത്യം എന്ന് പറയുന്നത് വളരെ പ്രത്യേകമായിട്ടുള്ള ഒരു ദൗത്യമാണ്. അപ്പം രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, ഭൂതങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, ഇതൊക്കെ ആത്മീക മണ്ഡലത്തോട് പോരാടുന്ന ഒരു ശുശ്രൂഷയാണ്. അത് ഒരിക്കലും ദൈവനിയോഗമില്ലാതെ, ദൈവത്തിന്റെ കൃപ പ്രാപിക്കാതെ നമുക്കത് ചെയ്യുവാനായിട്ട് കഴിയത്തില്ല. അപ്പൊ ഈ സ്കേവയുടെ ആളുകളെ പോലെയോ അല്ലെങ്കിൽ നമ്മൾ കണ്ട ഈ മറ്റ് യഹൂദ ക്രൈസ്തവരെ പോലെയോ ഒന്നും നിസ്സാരമായിട്ട് അത് കാണുവാൻ കഴിയുന്നതല്ല. അപ്പൊ അത് വളരെ ദൈവകൃപയോടുകൂടി ചെയ്യേണ്ട ശുശ്രൂഷയായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. ഈ ശുശ്രൂഷകളിലൂടെ എല്ലാം ദൈവത്തിന്റെ നാമമാണ് മഹത്വപ്പെട്ടത് എന്ന് മനസ്സിലാക്കുവാൻ കഴിയും. ആളുകൾ കർത്താവിലേക്ക് വരികയും വിടുവിക്കപ്പെടുകയും സഭ വളരുകയും ചെയ്തു. അപ്പം അതാണ് ഇതിന്റെ എല്ലാം എൻഡ് റിസൾട്ട് എന്ന് പറയുന്നത്. ആളുകൾ കർത്താവിനെ അറിയുന്നു എന്നുള്ളതാണ്. അതിനുശേഷം പൗലോസ് അവിടെ നിന്ന് മക്കദോന്യയിലും അഖായയിലും കൂടി കടന്ന് യെരുശലേമിലേക്ക് പോകണമെന്നും മനസ്സിൽ നിശ്ചയിക്കുകയും അവിടെ നിന്ന് ആ സമയത്ത് തനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവരിൽ തിമോത്തിയോസ്, എരസ്തോസ് എന്ന് 2 പേർ മക്കദോന്യയിലേക്ക് അയച്ചിട്ട് അവൻ കുറെ കാലം ആസിയിൽ താമസിച്ചു. പിന്നീട് ഏഷ്യ മൈനറിലേക്ക് കുറച്ചു കാലത്തേക്ക് താമസിച്ചു. അവിടെ ആ കാലത്ത് വലിയൊരു കലഹം ഉണ്ടാകുന്നതിനെ കുറിച്ച് നമ്മൾ കാണുന്നുണ്ട്. അർത്തമിസ് ദേവിയുടെ ക്ഷേത്രത്തിൽ ഒരു വലിയ കലഹം ഉണ്ടാവുകയും ഒക്കെ ചെയ്യുന്ന ആ ഒരു കാര്യം നമ്മൾ കാണുന്നുണ്ട്. ആ ചരിത്രം നിങ്ങളൊന്ന് വായിച്ചു പഠിച്ചാൽ മാത്രം മതി. എന്നാൽ അവിടെ വെച്ച് ജനസംഘത്തിന്റെ ഇടയിൽ വലിയ കലക്കം ഉണ്ടാവുകയും പൗലോസിനെ അവിടെ നിന്ന് അത്ഭുതകരമായിട്ട് സൂക്ഷിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു കാര്യം നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയും. ആ ഭാഗം നമുക്ക് കാണാം. അവിടെ ഒരു കലഹം, അർത്തമിസ് ദേവിയുടെ ക്ഷേത്രത്തിൽ വലിയൊരു കലഹം ഉണ്ടാവുകയാണ്. അവിടെ പൗലോസ് വളരെയധികം പ്രയാസത്തിലാവുന്നു. കലഹം ശമിച്ച ശേഷം പൗലോസ് ശിഷ്യന്മാരെ കൂട്ടിവരുത്തി പ്രബോധിപ്പിച്ച് യാത്ര പറഞ്ഞ ശേഷം മക്കദോന്യയ്ക്ക് പുറപ്പെട്ടു പോയി. 20-ാമത്തെ അധ്യായം. ആ പ്രദേശങ്ങളിലൂടെ സഞ്ചരിച്ച് ഏറിയൊന്ന് പ്രബോധിപ്പിച്ചിട്ട് യവനദേശത്തെത്തി. അവിടെ 3 മാസം കഴിച്ചിട്ട് സിറിയയ്ക്ക് കപ്പൽ കയറി പോകാൻ ഭാവിക്കുമ്പോൾ യഹൂദന്മാർ വീണ്ടും കൂട്ടുകെട്ടുണ്ടാക്കി അവനെ പിടിക്കുവാനായിട്ട് നോക്കുന്നു. അപ്പൊ ആ ഭാഗത്തെക്കുറിച്ച് നമുക്ക് 20-ാമത്തെ അധ്യായത്തിലെ ഈ യാത്രയുടെ അവസാന പോർഷനെ കുറിച്ചും കൂടെ നമുക്ക് പഠിക്കാം. ഈ ഓരോ സ്റ്റേഷനിലും വ്യത്യസ്തങ്ങളായിട്ടുള്ള അനുഭവങ്ങളാണ് പൗലോസിന് ഉണ്ടാകുന്നത്. ആ പ്രദേശങ്ങളിലെ വ്യത്യസ്ത അനുഭവങ്ങളൊക്കെ നമ്മുടെ ശുശ്രൂഷയിൽ വളരെയധികം സന്ദേശം നൽകുന്നതാണ്. അതിന്റെ മെത്തേഡുകൾ, ദൈവത്തിന്റെ വിടുതലിന്റെ മാർഗങ്ങൾ, ഇതെല്ലാം നമുക്ക് ഈ കാലഘട്ടത്തിലും നമുക്ക് പാഠം ആക്കാവുന്ന കാര്യങ്ങളാണ്. നമുക്ക് അതിന്റെ ബാക്കി ഭാഗത്തെക്കുറിച്ച് നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് പഠിക്കാം. 5 മിനിറ്റ് നിങ്ങൾ ഒരു ബ്രേക്ക് എടുക്കുക. 5 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, നമുക്ക് ആ ഭാഗത്തേക്ക് വരാം. നമ്മൾ നേരത്തെ പഠിച്ച ഒരു കാര്യമുണ്ട്. നമ്മുടെ പൗലോസ് കൊരിന്തിൽ നിന്ന് എഫെസോസിലേക്ക് പ്രവർത്തിക്കുന്ന 1.5 വർഷം
അവിടെ 18 മാസം താമസിച്ച് പ്രവർത്തിക്കുന്ന സമയമുണ്ട്. ആ സമയത്ത് എഫെസോസിൽ കൊരിന്തിൽ അത്രയും നാൾ താമസിച്ചതിന് ശേഷം പൗലോസ് എഫെസോസിലേക്ക് വരുന്നു. എഫെസോസിലേക്ക് വരുമ്പോഴാണ് അവിടെയുള്ള സഭയുടെ ജീർണതയെ പ്രശ്നങ്ങളെക്കുറിച്ചും ജീർണതയെക്കുറിച്ചും ഒക്കെയുള്ള കാര്യങ്ങൾ അറിയുന്നത്. അപ്പൊ എഫെസോസിൽ പൗലോസ് മൂന്നാമത്തെ മിഷണറി യാത്രയിൽ എഫെസോസിൽ ശുശ്രൂഷിക്കുന്ന സമയത്താണ് കൊരിന്ത്യർക്ക് ലേഖനം എഴുതുന്നത്. കൊരിന്ത്യർക്ക് അവിടെ വെച്ച് ആദ്യം ഒരു ലേഖനം എഴുതി. വേദപണ്ഡിതന്മാരുടെ അഭിപ്രായത്തിൽ പൗലോസ് രണ്ടാമത്തെ മിഷണറി യാത്ര ചെയ്യുന്ന സമയത്ത് പൗലോസ് കൊരിന്ത്യ സഭയ്ക്ക് 4 ലേഖനങ്ങൾ എഴുതി. 4 ലേഖനങ്ങൾ കൊരിന്ത്യ സഭയ്ക്ക് എഴുതിയിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ ലേഖനം എന്ന് പറയുന്നതിനെ നമ്മൾ വിളിക്കുന്ന പേര് ലോസ്റ്റ് ലെറ്റർ എന്നാണ് പണ്ഡിതന്മാർ വിളിക്കുന്നത്. ലോസ്റ്റ് ലെറ്റർ എന്ന് വിളിക്കുന്നത്. എന്നാൽ ഈ ലേഖനങ്ങളുടെ ഭാഗങ്ങളിലെല്ലാം ഈ ലോസ്റ്റ് ലെറ്ററും കൂടെ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് അഭിപ്രായപ്പെടുന്ന ആളുകളും ഉണ്ട്. 1 കൊരിന്ത്യർ 5-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യം 1 കൊരിന്ത്യർ 5-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യം വായിക്കുമ്പോൾ നമുക്ക് അതിന്റെ സൂചന ലഭിക്കുന്നു. 5-ാം അധ്യായത്തിന്റെ 9-ാം വാക്യം വായിക്കുമ്പോൾ ദുർനടപ്പുകാരോട് സംസർഗമരുത് എന്ന് ഞാൻ എന്റെ ലേഖനത്തിൽ നിങ്ങൾക്ക് എഴുതിയിട്ടുണ്ടല്ലോ. അപ്പൊ ഇത് 1-ാമത്തെ ലേഖനത്തിലാണ് പൗലോസ് പറയുന്നത്, ഞാൻ നിങ്ങൾക്ക് ഇതിനു മുമ്പ് എന്ത് ചെയ്തിട്ടുണ്ട്, എഴുതിയിട്ടുണ്ട്. അപ്പം ആ ലേഖനത്തെയാണ് ലോസ്റ്റ് ലെറ്റർ എന്ന് പറഞ്ഞിരിക്കുന്നത്. അതിനെ 6-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തിൽ നാം വായിക്കുമ്പോൾ 6-ാം അധ്യായത്തിൽ 2 കൊരിന്ത്യർ 6-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യം. സകലത്തിലും ഞങ്ങളെ തന്നെ ദൈവത്തിന്റെ ശുശ്രൂഷകന്മാരായി കാണിക്കുന്നു. ബഹുസഹിഷ്ണുത, കഷ്ടം, ബുദ്ധിമുട്ട്, സങ്കടം, തല്ല്, തടവ്, കലഹം, അധ്വാനം, ഉറക്കിളപ്പ്, പട്ടിണി, നിർമ്മലത, പരിജ്ഞാനം, ദീർഘക്ഷമ, ദയ, പരിശുദ്ധാത്മാവ്, നിർവ്യാജ സ്നേഹം, സത്യവചനം, ദൈവശക്തി എന്നിവയിലും ഇടത്തും വലത്തും നീതിയുടെ ആയുധങ്ങൾ ധരിച്ചുകൊണ്ട് മാന അപമാനങ്ങളും ദുഷ്കീർത്തി സൽകീർത്തികളും അനുഭവിച്ചും പുതിയന്മാരെന്നിട്ടും സത്യവാന്മാർ, ആരും അറിയാത്തവരെന്നിട്ടും എല്ലാവരും നല്ലവണ്ണം അറിയുന്നവർ, മരിക്കുന്നവരെന്നിട്ടും ഇതാ ഞങ്ങൾ ജീവിക്കുന്നു, ശിക്ഷിക്കപ്പെടുന്നവരെന്നിട്ടും കൊല്ലപ്പെടാത്തവർ, ദുഃഖിതരെങ്കിലും എപ്പോഴും സന്തോഷിക്കുന്നവർ, ദരിദ്രരെങ്കിലും പലരെയും സമ്പന്നരാക്കുന്നവർ, ഒന്നുമില്ലാത്തവരെങ്കിലും എല്ലാം കൈവശമുള്ളവരായി തന്നെ. ആ ഭാഗവും അതിനുശേഷം 7-ാം അധ്യായത്തിന്റെ 1-ാം വാക്യവും വരെ 1-ാം വാക്യം വായിക്കുമ്പോൾ നമുക്ക് ദൈവത്തിന്റെ വിശുദ്ധിയെ തികച്ചുകൊള്ളുക എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ഉപദേശവും കൂടെ നമുക്ക് കാണാൻ കഴിയും. ഒരുപക്ഷെങ്കിൽ ആ ഭാഗമായിരിക്കാം പൗലോസ് ഈ ലോസ്റ്റ് ലെറ്റർ എന്ന് പറയുന്ന ഭാഗത്ത് നഷ്ടപ്പെട്ടു പോയ എന്നുള്ള അർത്ഥത്തിലാണ് അതിനെക്കുറിച്ച് പറയുന്നത്. അപ്പൊ അതിനുശേഷം പൗലോസ് 1-ാമത്തെ ലേഖനം, അത് ഇപ്പോൾ നമുക്കുള്ള 1-ാമത്തെ ലേഖനം പൗലോസ് പിന്നീട് അവർക്ക് വിശദമായിട്ട് അവർക്ക് എഴുതുന്നു. എഫെസോസിൽ നിന്ന് തന്നെയാണ് അത് എഴുതുന്നത്. അത് എഴുതിയതിനു ശേഷം പൗലോസ് അവരെ ഉപദേശിക്കുന്നതിന് വേണ്ടി തിമോത്തിയോസിനെ എഫെസോസിൽ നിന്നും അങ്ങോട്ട് അയച്ചു. അവിടുത്തെ വിവരങ്ങളെല്ലാം ഒന്ന് ക്രമപ്പെടുത്താൻ വേണ്ടി അയച്ചു. പക്ഷെങ്കിൽ അവര് ദുർനടപ്പുകാരും വിമർശകരും പൗലോസിനെ അംഗീകരിക്കാത്ത വലിയൊരു സമൂഹവും എല്ലാം അവിടെ ഉണ്ടായിരുന്നു. ആ വിവരങ്ങളെല്ലാം തിമോത്തിയോസ് തിരിച്ചു വന്ന് പൗലോസിനോട് അറിയിക്കുന്നു. പൗലോസിന്റെ എഴുത്ത്, തിമോത്തിയോസിന്റെ സന്ദർശനം, ഈ 2 കാര്യങ്ങളാലും അവര് മാനസാന്തരപ്പെടുകയോ അവര് നേരാവണ്ണം ഉള്ള ഒരു ക്രിസ്ത്യ ജീവിതത്തിലേക്ക് കടന്നു വരികയോ ചെയ്തില്ല എന്ന് കണ്ട് പൗലോസിന് വളരെയധികം പ്രയാസം ഉണ്ടാവുകയും ആ എഫെസോസിൽ ഇരുന്നു കൊണ്ട് തന്നെ പൗലോസ് ഒരു വളരെ സങ്കടത്തോടു കൂടിയുള്ള ഒരു ലേഖനം വീണ്ടും എഴുതുകയാണ്. 2-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തിൽ നാം വായിക്കുന്നു. 2-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തിൽ വായിക്കുന്നു, വളരെ കഷ്ടവും മനോവ്യസനവും ഉണ്ടായിട്ട് വളരെ കണ്ണുനീരോടുകൂടെ ഞാൻ നിങ്ങൾക്ക് എഴുതിയത്. കണ്ടോ,
കണ്ണുനീരോടുകൂടി ഞാൻ നിങ്ങൾക്ക് എഴുതിയത്. അപ്പൊ രണ്ടാം ലേഖനം എഴുതിയതിനകത്ത് സൂചിപ്പിക്കുന്ന കാര്യം, നിങ്ങൾക്ക് ഇതിനു മുമ്പ് ഞാൻ എന്ത് ചെയ്തു? കണ്ണുനീരോടുകൂടി ഞാനൊരു ലേഖനം എഴുതിയത് നിങ്ങളെ ദുഃഖിപ്പിക്കുന്നതിന് വേണ്ടിയല്ല, എനിക്ക് നിങ്ങളോട് വലിയ സ്നേഹം ഉണ്ടെന്ന് അറിയിക്കാൻ വേണ്ടിയാണ്. ഒരുവൻ എന്നെ ദുഃഖിപ്പിച്ചു എങ്കിൽ അവൻ എന്നെയല്ല, ഒരു വിധത്തിൽ ഞാൻ കണക്കിൽ എടുത്തു പറയേണ്ടതില്ലല്ലോ, നിങ്ങളെ എല്ലാവരെയും ദുഃഖിപ്പിച്ചിരിക്കുന്നു. അപ്പം ഈ രീതിയിൽ പറയുന്ന ഒരു സോറോഫുൾ ലെറ്റർ, കണ്ണുനീരിന്റെ കത്ത് പൗലോസ് വീണ്ടും ഹൃദയവേദനയോടുകൂടി അവർക്ക് എഴുതി. അതിന്റെ 9-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു, നിങ്ങൾ സകലത്തിലും അനുസരണം ഉള്ളവരോ എന്ന് പരീക്ഷിച്ചറിയാനുമായി ആണ് ഞാൻ എഴുതിയത്. കണ്ടോ, പിന്നെ അവിടെ പറയുകയാണ്, ഞാൻ നിങ്ങൾക്ക് എഴുതിയത് നിങ്ങളെ അനുസരണമുള്ളവരാണോ എന്ന് അറിയുന്നതിന് വേണ്ടിയാണ്. അതുപോലെ തന്നെ അതിന്റെ 7-ാം അധ്യായത്തിന്റെ 2 കൊരിന്ത്യർ 7-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, 2 കൊരിന്ത്യർ 7-ാം അധ്യായം 8-ാം, ഞാൻ ലേഖനങ്ങളാൽ നിങ്ങളെ ദുഃഖിപ്പിച്ചു എന്ന് വരികിലും. കണ്ടോ, ലേഖനങ്ങളാൽ. അപ്പം ഈ 2 ലേഖനങ്ങൾ ഇവിടെ കിട്ടിയിട്ടുണ്ടെങ്കിലും ഈ 2 ലേഖനങ്ങളിൽ ഉൾപ്പെടുന്ന ഭാഗങ്ങളോ അല്ലെങ്കിൽ അല്ലാത്ത ഭാഗങ്ങളോ ആയി ദുഃഖിപ്പിക്കുന്ന ഒരു ലേഖനം, അതാണ് സോറോഫുൾ ലെറ്റർ. അങ്ങനെ ഒരു ലെറ്ററും കൂടെ താൻ എഴുതിയിരുന്നു. അതിനുശേഷമാണ് പൗലോസ് 2-ാമത്തെ ലേഖനം ഇപ്പോൾ എഴുതുന്നത്, അല്ലെ? അപ്പൊ സോറോഫുൾ ലെറ്ററിന് ശേഷമാണ് 2-ാമത്തെ ലേഖനം എഴുതുന്നത്. അപ്പൊ അത് എത്രാമത്തെ ലേഖനമായി? അപ്പോൾ 2-ാമത്തെ ലേഖനം പൗലോസ് എഴുതിയപ്പോൾ എത്രാമത്തെ ലേഖനം വരെ ആയി? ആദ്യത്തെ ലേഖനം എന്ന് പറയുന്നത് ആദ്യം എഴുതിയ ആ ദുർനടപ്പുകാരോട് സംസർഗം വരുത് എന്ന് ഞാൻ എഴുതിയിട്ടുണ്ടല്ലോ എന്ന് പറയുന്ന പണ്ഡിതന്മാര് ലോസ്റ്റ് ലെറ്റർ എന്ന് വിളിക്കുന്ന 1-ാമത്തെ ലേഖനം. അതിനുശേഷം നമ്മളുടെ 1-ാമത്തെ ലേഖനം പൗലോസിന്റെ 2-ാമത്തെ ലേഖനം. അതിനുശേഷം പൗലോസ് എഴുതിയ സോറോഫുൾ ലെറ്റർ, ലേഖനങ്ങളാൽ നിങ്ങളെ ദുഃഖിപ്പിച്ചു, ഞാൻ കണ്ണുനീരോടുകൂടി നിങ്ങൾക്ക് എഴുതി എന്ന് പറയുന്ന ആ ഒരു ലേഖനം, അത് 3-ാമത്തെ ലേഖനം. പിന്നീട് വരുമ്പോൾ 2-ാമത്തെ ലേഖനം പൗലോസ്, 2-ാമത്തെ ലേഖനത്തിലാണ് പൗലോസ് ഈ സോറോഫുൾ ലെറ്ററിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഈ 2-ാമത്തെ ലേഖനം എത്രാമത്തെ ലേഖനമായി? കൺഫ്യൂഷനായി, അല്ലേ? 4-ാമത്തെ ലേഖനമായി. അപ്പൊ അതിനുശേഷം മറ്റൊരു ലേഖനവും കൂടെ പൗലോസ് എഴുതി എന്നാണ് ചിലർ പറയുന്നത്. 5-ാമത്തെ, അത് മറ്റൊരു ലേഖനം 2 കൊരിന്ത്യർ 10-ാം അധ്യായം മുതൽ 13-ാം അധ്യായം വരെയുള്ള ഭാഗമാണ് ആ ലേഖനമെന്നും പറയുന്നുണ്ട്. 10-ാമത്തെ അധ്യായം മുതൽ. കാരണം അവിടെ പൗലോസ് ആ 9-ാമത്തെ അധ്യായം തീരുമ്പോൾ അവിടെ അത് സ്തോത്രം പറഞ്ഞ് അവസാനിപ്പിക്കുക. അതിനുശേഷം ഈ 10 മുതലുള്ള അധ്യായങ്ങൾ എന്ന് പറയുന്നത് പൗലോസിന്റെ മറ്റൊരു കത്താണ് എന്നും പറയുന്ന ആളുകൾ ഉണ്ട്. അപ്പൊ 2-ാമത്തെ പൗലോസിന്റെ ഒരു സന്ദർശനം എന്ന് പറഞ്ഞല്ലോ, 2 കൊരിന്ത്യർ 13-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യത്തിൽ ഞാൻ വായിക്കുന്നുണ്ട്, ഞാൻ രണ്ടാം പ്രാവശ്യം നിങ്ങളുടെ ഇടയിൽ ഇരുന്നപ്പോൾ ഞാൻ വീണ്ടും വന്നാൽ ക്ഷമിക്കുകയില്ല എന്ന് പറഞ്ഞതുപോലെ ഞാൻ ഇപ്പോൾ ദൂരത്തിരുന്നു കൊണ്ട് ആ പാപം ചെയ്തവരോടും മറ്റെല്ലാവരോടും മുൻകൂട്ടി പറയുന്നു. അപ്പം ഇത് അവിടുത്തെ പ്രശ്നം തീർക്കാൻ വേണ്ടി, ഇത് പൗലോസിനെ സംബന്ധിച്ച് കൊരിന്ത്യ സഭ വലിയൊരു തലവേദനയായി. ഭയങ്കരമായ പ്രശ്നങ്ങളുള്ള ഒരു സഭ, ഡിസോർഡർ ഉണ്ടായിരുന്നു. കാര്യങ്ങൾ ക്രമീകരിക്കാൻ വേണ്ടി തിമോത്തിയോസിനെ വിട്ടു, തീത്തോസിനെ വിട്ടു. അതിനുശേഷം താൻ പല തവണ കത്തുകൾ എഴുതി. അതിനുശേഷം പറയുന്നു, ഞാൻ ഇനിയും 2-ാം പ്രാവശ്യം വന്നാൽ ഞാൻ ക്ഷമിക്കത്തില്ല. ഇത്രയും കാര്യങ്ങൾ ചെയ്തു, ഇത്രയും കണ്ണുനീരോടെ നിങ്ങളുടെ ശുശ്രൂഷിച്ചു, എന്നിട്ടും നിങ്ങൾ പാപം ചെയ്യുന്ന ആളുകളെ പിന്നെയും സഭയെ വെച്ചുകൊണ്ടിരിക്കുന്നു, അവർ സഭയെ നശിപ്പിക്കുന്നു, അതുകൊണ്ട് ഞാൻ ഇനിയും വന്നാൽ ക്ഷമിക്കത്തില്ല എന്ന് പറഞ്ഞപ്പോൾ 2-ാമത്തെ സന്ദർശനം കുറിച്ചുള്ള സൂചന നമുക്ക് അവിടെ കാണാൻ കഴിയുന്നു. 2 കൊരിന്ത്യർ 2-ാം അധ്യായത്തിന്റെ 1 മുതലുള്ള ഭാഗങ്ങൾ, 2 കൊരിന്ത്യർ 2-ാം അധ്യായത്തിന്റെ 1 മുതലുള്ള ഭാഗങ്ങൾ വായിക്കും. ഞാൻ വീണ്ടും നിങ്ങളുടെ അടുക്കൽ വരുന്നത് ദുഃഖത്തോടെ ആകരുത്. 2-ാം സന്ദർശനത്തിന് മുമ്പ് അവിടുത്തെ കാര്യങ്ങളെല്ലാം ക്രമീകരിക്കണം എന്ന് അവരോട് വീണ്ടും പറയുകയാണ്. അപ്പോൾ ഇവിടെ ഈ ലേഖനങ്ങൾ, അതായത് നമുക്ക് ലഭിച്ചിരിക്കുന്ന 2 ലേഖനങ്ങൾ കൂട്ടിച്ചേർത്തപ്പോൾ ഈ മറ്റു ഭാഗങ്ങളും കൂടെ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നാണ് പണ്ഡിതന്മാരുടെ അഭിപ്രായം. അതിന് തെളിവായിട്ട് പറയുന്ന ഒരു ഭാഗം ഞാൻ നിങ്ങൾക്കൊന്ന് സൂചിപ്പിക്കാം, അതുകൂടെ നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ മതി. അതായത്
ഇവിടെ നാം വായിക്കുന്നത് 6-ാം അധ്യായത്തിന്റെ 11 മുതലുള്ള വാക്യങ്ങൾ നോക്കി. 6-ാം അധ്യായത്തിന്റെ 11 മുതലുള്ള ഭാഗങ്ങൾ നോക്കുമ്പോൾ, അല്ലയോ കൊരിന്ത്യരെ, ഞങ്ങളുടെ വായ് നിങ്ങളോട് തുറന്നിരിക്കുന്നു, ഞങ്ങളുടെ ഹൃദയം വിശാലമായിരിക്കുന്നു, ഞങ്ങളുടെ ഉള്ളിൽ നിങ്ങൾക്ക് ഇടുക്കമില്ല. നിങ്ങളുടെ ഹൃദയങ്ങളിലാണ് ഇടുക്കമുള്ളത്, അല്ലെ? നിങ്ങളുടെ ഹൃദയത്തിൽ അത്ര ഇടുക്കം. ഇതിന് പ്രതിഫലമായി നിങ്ങളും വിശാലതയുള്ളവരായിരിപ്പീൻ എന്ന് ഞാൻ മക്കളോടെന്ന പോലെ നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞതിന് ശേഷം 7-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം കണ്ടോ? അപ്പം വിശാലതയെക്കുറിച്ചും ഇടുക്കത്തെക്കുറിച്ചും എല്ലാം പറഞ്ഞതിന് ശേഷം 2-ാം വാക്യത്തിൽ പറയുന്നു, നിങ്ങളുടെ ഉള്ളിൽ ഞങ്ങൾക്ക് ഇടം തരുവീൻ. കണ്ടോ? അപ്പോൾ അവിടെയാണ് ഈ 13-ാം വാക്യത്തിന്റെ കണ്ടിന്യൂഷൻ. 6-ന്റെ 13 കാണുന്നതിന്റെ കണ്ടിന്യൂഷൻ എവിടെ വരുന്നത്? 7-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിലാണ്. അപ്പൊ ഇതിനിടയ്ക്ക് പറയുന്ന ഭാഗമാണ് അവിശ്വാസികളോട് ഇണയില്ലാപ്പിണ കൂടരുത്, അപ്പൊ ദുർനടപ്പുകാരോട് സംസർഗം വരുത് എന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പ് എഴുതിയിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞ ആ ലേഖന ഭാഗമാണ് 6-ാം അധ്യായത്തിന്റെ 14 മുതൽ 17 വരെയുള്ള ഭാഗം എന്നാണ് ടെക്സ്റ്റൽ ക്രിറ്റിസിസം നടത്തുന്ന അല്ലെങ്കിൽ പാഠ നിരൂപണം നടത്തുന്ന വേദപണ്ഡിതന്മാരുടെ അഭിപ്രായം. അപ്പോൾ ഇത് നഷ്ടപ്പെട്ടു പോയിട്ടില്ല. ഇത് കൂട്ടിച്ചേർത്ത സമയത്ത്, ഈ കയ്യെഴുത്ത് പ്രതികൾ കൂട്ടിച്ചേർത്ത സമയത്ത് ആ ഭാഗം ഇവിടെ ഉൾപ്പെട്ടു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അവിടെയാണ് അവിശ്വാസരെ ഇണയിലാപ്പണ കൂടരുതെന്നും ഇരുളിന് വെളിച്ചത്തോടെന്ത് കൂട്ടായ്മയെന്നും വിശുദ്ധിയെക്കുറിച്ചൊക്കെ പറയുന്ന, ആ ദുർനടപ്പിനെ കുറിച്ചൊക്കെ പറയുന്ന ആ ഭാഗം ഇവിടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇത് ലോസ്റ്റ് ലെറ്ററിന്റെ ഭാഗമാണെന്നാണ് പറയപ്പെടുന്നത്. അപ്പൊ ഞാൻ അത് സന്ദർഭോചിതമായിട്ട് നിങ്ങളോട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. കാരണം നിങ്ങൾ പഠിക്കുന്നവരായതുകൊണ്ട് നമ്മളത് മനസ്സിലാക്കിയിരിക്കാൻ വേണ്ടി ഞാൻ ആ കാര്യം പറഞ്ഞതാണ്. അപ്പോൾ അങ്ങനെയാണ്. അതിനുശേഷം പൗലോസ് റോമിലിരിക്കുന്ന റോമർക്ക് എഴുതുന്ന ലേഖനം കൊരിന്തിലിരിക്കുമ്പോഴാണ് എഴുതുന്നത്. അപ്പൊ ഈ മൂന്നാമത്തെ മിഷണറി യാത്രയിൽ എഴുതിയ 2 പ്രധാനപ്പെട്ട ലേഖനങ്ങളാണ് കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനങ്ങളും റോമർക്ക് എഴുതിയ ലേഖനം. റോമർക്ക് എഴുതിയ ലേഖനം കൊരിന്തിൽ നിന്ന് എഴുതുന്നു, കൊരിന്തിലെ ആദ്യ സന്ദർശന സമയത്ത് എഴുതുന്നു. എന്നാൽ കൊരിന്തിൽ നിന്നും എഫെസോസിൽ വന്നതിന് ശേഷം കൊരിന്ത്യർക്ക് ഉള്ള ലേഖനങ്ങൾ എഴുതി. അപ്പം ഈ 2 ലേഖനങ്ങളുടെയും സാഹചര്യവും പശ്ചാത്തലവും നമുക്ക് അപ്പോസ്തല പ്രവൃത്തികളിൽ നിന്ന് മനസ്സിലാക്കുവാൻ കഴിയും. ലേഖനങ്ങളിൽ നിന്നും അതിന്റെ സൂചനകൾ നമുക്ക് ലഭിക്കുന്നുവെന്നും നമുക്ക് അറിയുവാൻ കഴിയുന്നു. അപ്പം ഇപ്പോൾ പൗലോസിന്റെ 2-ാം സന്ദർശനത്തിനും ഒക്കെ ശേഷം നമുക്ക് കാണുവാൻ കഴിയുന്നത്, പൗലോസ് എഫെസോസിൽ നിന്ന് താൻ അനുഭവിക്കുന്ന ചില പ്രയാസങ്ങളെ കുറിച്ചാണ് നമുക്ക് പിന്നീട് കാണുവാൻ കഴിയുന്നത്. അവിടെ കുറെ കാലം ആസിയയിൽ താമസിച്ചതിന് ശേഷം അക്കാലത്ത് ഞാൻ പറഞ്ഞല്ലോ, ഈ അർത്തമീസ് ദേവിയുടെ ക്ഷേത്രം, അത് എഫെസസിലുള്ള ഒരു പുരാതനമായ ക്ഷേത്രമാണ്. അതിനെക്കുറിച്ചൊക്കെയുള്ള വിവരണങ്ങൾ വളരെയധികം നമുക്ക് ലഭ്യമാണ്. അത് അത്രയും വിശദീകരിക്കുന്നില്ല. എന്നാൽ വളരെയധികം മനോഹരമായ തൂണുകളാൽ തീർക്കപ്പെട്ടിട്ടുള്ള കമനീയമായ ഒരു മന്ദിരമായിരുന്നു ഈ ഡയാന ദേവിയുടെ ക്ഷേത്രം. അത് പുരാതന ലോകത്തിലെ ഏറ്റവും പ്രസിദ്ധമായ ഒരു ക്ഷേത്രമായിരുന്നു. അതുമാത്രമല്ല, പുരാതന ലോകത്തെ ലോക മഹാത്ഭുതങ്ങളിൽ ഒന്നായിരുന്നു, 7 മഹാത്ഭുതങ്ങളിൽ ഒന്നായിരുന്നു ഈ അർത്തമീസ് ദേവിയുടെ ക്ഷേത്രം. അത്രമാത്രം പ്രസിദ്ധമായ ഒരു ക്ഷേത്രമായിരുന്നു അതെന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അവിടെ പൗലോസിന് വളരെയധികം പ്രശ്നം ഉണ്ടാകുന്നുണ്ട്. അർത്തമീസ് ദേവിയുടെ ക്ഷേത്രം ഏതുമില്ല എന്ന് വരികയും ആസ്യ മുഴുവനും ഭൂതലവും പതിച്ചു പോരുന്നവളുടെ മാഹാത്മ്യം ഒടുങ്ങിപ്പോവുകയും ചെയ്യും എന്ന് ചില ആളുകൾ പറഞ്ഞു. പൗലോസ് ഇങ്ങനെ പ്രവർത്തിച്ചാൽ ഈ ഡയാനാദേവിയുടെ ഈ ഒരു മഹത്വം നഷ്ടപ്പെട്ടു പോകുമെന്ന് ചില ആളുകൾ പറഞ്ഞ് അവരെ ആർത്തു വിളിച്ചു. പട്ടണം മുഴുവനും കലഹം കൊണ്ട് നിറഞ്ഞു. അവര് പൗലോസിന്റെ
യാത്രക്കാരായ ഗായോസ്, അരിസ്തർഹോസ് എന്ന മക്കതോന്യക്കാരെ പിടിച്ച് രംഗസ്ഥലത്തേക്ക് ഒരുമനപ്പെട്ടുകൊണ്ടിരുന്നു. അപ്പൊ അതിനുശേഷം പൗലോസ് ജനസമൂഹത്തിൽ ഇറങ്ങിച്ചെല്ലാൻ വേണ്ടി അവിടെ വലിയ പ്രശ്നം നടക്കുക. അപ്പൊ പൗലോസ് അവിടോട്ട് ഇറങ്ങിച്ചെല്ലാൻ വേണ്ടി പോയപ്പോൾ തന്റെ കൂടെ ഉണ്ടായിരുന്ന ശിഷ്യന്മാർ അദ്ദേഹത്തെ അങ്ങോട്ട് വിട്ടില്ല. അപ്പൊ അങ്ങോട്ട് ശിഷ്യന്മാർ അവനെ അനുവദിക്കാതിരുന്ന ശേഷം ആസ്യാധിപന്മാരിൽ ചിലർ അവന്റെ സ്നേഹിതന്മാരാകയാൽ അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ആസിയയുടെ ഒഫീഷ്യൽസ്, അവിടുത്തെ ഗവർണർമാരും ജില്ലാ ഭരണാധികാരിയും അങ്ങനെയൊക്കെയുള്ള ചില ഭരണാധികാരികൾ പൗലോസിന്റെ സ്നേഹിതന്മാരായിരുന്നു. അപ്പൊ ഈ പൗലോസിന്റെ മെത്തേഡുകൾ പഠിക്കുമ്പോൾ ഇവിടുത്തെ സൂചനകൾ നമ്മൾ നോക്കണം. ഒന്ന്, പൗലോസ് അഥേനയിൽ ചെന്നിട്ട് അവിടെയുള്ള വിഗ്രഹങ്ങളെ വിമർശിച്ചില്ല. ഈ അർത്തമീസ് ദേവിയെ ഒരിക്കലും അദ്ദേഹം ആക്ഷേപിച്ചിട്ടില്ല. അത് മാത്രമല്ല, അദ്ദേഹം അവിടെ ഉണ്ടായിരുന്ന ഭരണാധികാരികളോട്, ആസിയയിൽ ഉണ്ടായിരുന്ന ഭരണാധികാരികളോട് സൗഹൃദവും സ്നേഹബന്ധവും പുലർത്തിയിരുന്നു എന്ന് നമുക്ക് കാണാം. അപ്പോൾ അതെല്ലാം അദ്ദേഹത്തിന്റെ സോഷ്യൽ റിലേഷനെ കുറിച്ചും അദ്ദേഹത്തിന്റെ സുവിശേഷ ദൗത്യത്തിന്റെ ചില ബോധ്യങ്ങളെ കുറിച്ചും ഒക്കെ നമുക്ക് അറിവ് തരുന്നതാണ്. അപ്പൊ അങ്ങനെ അവരെന്ത് ചെയ്തു? അവര് അദ്ദേഹത്തെ അവിടെ നിന്ന് രക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കുന്നതായിട്ട് നമുക്ക് കാണാം. അലക്സാണ്ടറിനെ പുരുഷാരത്തിന് സംസാരിപ്പാൻ ഉത്സാഹിപ്പിച്ചു. സമൂഹത്തോട് അതിന്റെ 34-ാം വാക്യം. എന്നാൽ അവൻ യഹൂദൻ എന്ന് അറിഞ്ഞപ്പോൾ എഫേസ്യരുടെ അർത്തമീസ് മഹാദേവി എന്ന് എല്ലാവരും കൂടി വീണ്ടും അറിഞ്ഞു. ഈ അലക്സാണ്ടർ, കൂടെ ഉണ്ടായിരുന്ന അലക്സാണ്ടർ യഹൂദനാണെന്ന് അറിഞ്ഞപ്പോഴത്തേക്കും അവർ വീണ്ടും ബഹളം ഉണ്ടാക്കുകയാണ്. അപ്പോൾ പട്ടണമാനവൻ പുരുഷാരത്തെ അമർത്തി പറഞ്ഞു, എഫേസ്യ പുരുഷന്മാരെ, എഫെസോസ് പട്ടണം അർത്തമീസ് മഹാദേവിക്കും രോവിൽ നിന്ന് വീണ ബിംബത്തിലും. അങ്ങനെയാണ് അവിടുത്തെ മിഥോളജി എന്ന് പറയുന്നത്. ഇത് ആകാശത്തു നിന്ന് വീട് വന്ന ഒരു വിഗ്രഹമാണെന്നാണ് അവർ കരുതിയിരുന്നത്. ക്ഷേത്രപാലക എന്നും അറിയാത്തതാരാണ്? ഇത് എതിർമൊഴി ഇല്ലാത്തതാകിയാൽ നിങ്ങൾ തിടുക്കമായി ഒന്നും ചെയ്യാതെ നിങ്ങൾ അടങ്ങിയിരിക്കാൻ വേണ്ടി അവർ പറയുന്നു. ഈ പുരുഷന്മാരെ നിങ്ങൾ കൂട്ടിക്കൊണ്ടുവന്നുവല്ലോ, അവർ ക്ഷേത്രം കവർച്ച ചെയ്യുന്നവരല്ല. നോക്കണം, ദൈവം അവർക്ക് അനുകൂലമായി ചിലരെ എഴുന്നേൽപ്പിക്കുകയാണ്. അപ്പം അവർ പറയുകയാണ്, ഇവര് ക്ഷേത്രം കവർച്ച ചെയ്യുന്നവരല്ല, ഡെമത്രിയോസിനും അവര് ദേവിയെ ദുഷിക്കുന്നവരുമല്ല. അപ്പം പൗലോസിനെ കുറിച്ച് മറ്റുള്ളവരാ സാക്ഷ്യം പറയുന്നത്. അപ്പം അവർ ഈ ദേവിയെ കുറ്റം പറഞ്ഞിട്ടില്ല, വിമർശിച്ചിട്ടില്ല, ദുഷിച്ചിട്ടില്ല. അപ്പം ഇത് നമ്മുടെ സുവിശേഷ പ്രവർത്തന രംഗങ്ങളിൽ മറ്റുള്ളവർ നമ്മെക്കുറിച്ച് സാക്ഷ്യം പറയേണ്ടതാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ. എന്നാൽ ദെമത്രിയോസിനും കൂടെയുള്ള തൊഴിലാളികൾക്കും വല്ലവന്റെയും നേരെ സംഗതി ഉണ്ടെങ്കിൽ അവരെ വിസ്തരിക്കാമല്ലോ, അതിന് നിയമമൊക്കെ ഇവിടെ ഉണ്ടല്ലോ, അതാണ് അവർ പറയുന്നത്. അങ്ങനെ വേറെ കാര്യം ചൊല്ലി ആകുന്നു വാദമെങ്കിൽ ധർമ്മസഭയിൽ തീർക്കാമല്ലോ. ഇനി മറ്റു വല്ലതും കാര്യമാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനുള്ള വേദികളുണ്ട്, അവിടെ പോകാം എന്ന് പറഞ്ഞ് ഇന്നത്തെ കലഹത്തിന് യാതൊരു കാരണവും ഇല്ലാത്തത് കൊണ്ട് ഇത് നിമിത്തം ഒരു പക്ഷെങ്കിൽ കൈസർ നമ്മുടെ മേൽ കുറ്റം ചുമത്താനുള്ള സാധ്യതയുണ്ട് എന്ന് പറഞ്ഞ് അവരെ ഒന്ന് പേടിപ്പിക്കുകയും കൂടെ ചെയ്തു. അങ്ങനെ അവരെ പിരിച്ചുവിട്ടു. അങ്ങനെ ദൈവം അവിടെ അവരിലൂടെ പ്രവർത്തിച്ച് ആ കലഹം ശമിപ്പിക്കുകയും പൗലോസ് ശിഷ്യന്മാരെ കൂട്ടിവരുത്തി പ്രബോധിപ്പിച്ചിട്ട് മക്കതോന്യയിലേക്ക് പുറപ്പെട്ടു പോകുന്നു. ആ പ്രദേശങ്ങളിൽ കൂടി സഞ്ചരിച്ച് യവനദേശത്തെത്തി. അവിടെ 3 മാസം കഴിഞ്ഞിട്ട് സിറിയയിലേക്ക് കപ്പൽ കയറി പോകുവാൻ ഭാവിക്കുമ്പോൾ യഹൂദന്മാർ അവന്റെ നേരെ കൂട്ടുകെട്ട് ഉണ്ടാക്കുകയാൽ മക്കതോന്യ വഴി മടങ്ങി പോകുവാൻ നിശ്ചയിച്ചു. ബെരോവയിലെ പുറോസിന്റെ മകൻ സോപത്രോസും തെസ്സലോനിക്കക്കാരനായ അരിസ്തർഹോസും സെക്കന്തോസും ദർബക്കാരനായ ഗായോസും തിമോത്തിയോസും ആസ്യക്കാരനായ തുഹിക്കോസും ത്രോഫിമോസും ആസ്യ വരെ അവനോട് കൂടെ പോയി. അവർ അവനെ ത്രോവാസിൽ ഞങ്ങൾക്കായി കാത്തിരുന്നു. അപ്പം ഇതാണ് ലൂക്കോസ് പറയുകയാണ്. ലൂക്കോസ് ഇപ്പോൾ ഫിലിപ്പിയിൽ നിന്ന് അവിടെ ചെല്ലുന്നുണ്ട്. നമ്മളത് കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ പഠിച്ചതായിരുന്നു. അപ്പം ഇവിടെ വെച്ചാണ് ലൂക്കോസ് വീണ്ടും ഈ യാത്രയിൽ, 1ാമത്തെ മിഷണറി യാത്രയിൽ ഫിലിപ്പിയിൽ ഇറങ്ങിയ പുള്ളിക്കാരൻ ഇനിയിപ്പം 3ാമത്തെ മിഷണറി യാത്രയിൽ ഇവിടെ വെച്ചാണ് ലൂക്കോസ് ഇവരോടുകൂടെ ചേരുന്നത്. അതാണ് ഞങ്ങൾക്ക് വേണ്ടി അവർ ത്രോവാസിൽ കാത്തിരുന്നു എന്ന് പറയുന്ന ഭാഗം. അത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പഠിച്ച് നിങ്ങൾ ഓർക്കുന്നുണ്ടെന്ന് ഞാൻ കരുതുന്നു. അങ്ങനെ അവര് അവിടെ ആഴ്ചവട്ടത്തിന്റെ 1ാം നാളിൽ അപ്പം നുറുക്കാൻ കൂടി വന്ന് അവിടെ പ്രസംഗം നീട്ടി. ആ കാര്യങ്ങളെല്ലാം അവിടെ നമുക്ക് കാണുവാൻ കഴിയും. അതിനുശേഷം അവിടെ സംഭവിക്കുന്ന കാര്യം, പൗലോസ് അവിടെ നിന്നും യാത്രയാകാൻ തുടങ്ങുകയാണ്. യാത്രയാകാൻ തുടങ്ങുമ്പോൾ
മിലിത്തോസ് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് വരുന്നു. ആ മിലിത്തോസ് എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് എഫെസോസിലേക്ക് ആളയച്ചിട്ട്, എഫെസോസിലേക്ക് പൗലോസിന് ഇനിയിപ്പോ തിരിച്ചു പോകാനൊക്കത്തില്ല, കാരണം വളരെ ദീർഘമായ സ്ഥലമായിരിക്കും, യാത്രയുണ്ട്. അതുകൊണ്ട് താൻ എന്ത് ചെയ്യുന്നു, അവിടെ നിന്നും അവരെ, അതായത് എഫെസോസിലെ മൂപ്പന്മാരെ, അധ്യക്ഷന്മാരെ, അവിടെയുള്ള കർത്താവിന്റെ വേലക്കാരെ വിളിച്ചു വരുത്തിയ ശേഷം അവരോട് വളരെ കണ്ണുനീരോടുകൂടി വളരെ ആത്മാർത്ഥമായിട്ട് അവരെ ഉപദേശിച്ചു കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അപ്പം അവരോട് പറയുന്ന ചില കാര്യങ്ങളുണ്ട്. ഞാൻ താഴ്മയോടും കണ്ണുനീരോടും കൂടെ യഹൂദന്മാരുടെ കൂട്ടുകെട്ടുകളാൽ എനിക്കുണ്ടായ കഷ്ടങ്ങളോടും കൂടെ കർത്താവിനെ സേവിച്ചു. പൗലോസ് തന്റെ ഹൃദയം തുറക്കുകയാണ്. അതിനുശേഷം പറയുന്നത്, ഞാൻ വീട് തോറും കയറി പ്രയോജനമുള്ളതൊന്നും മറച്ചു വെക്കാതെ. അവിടെ അറിഞ്ഞിരിക്കുന്ന ചില ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത് ദൈവം വെളിപ്പെടുത്തിയ ഒരു കാര്യം പോലും നിങ്ങളോട് അറിയിക്കാതിരുന്നിട്ടില്ല എന്നാണ്. അതാണ് അതിന്റെ ഒറിജിനൽ ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത്. അപ്പം കർത്താവിന്റെ ഉപദേശം അതേപോലെ തന്നെ ദൈവ വെളിപ്പാടുകൾ അവരെ അറിയിച്ചു. എല്ലാ വീടുകൾ കയറി, അല്ലെ, ഓരോ വീടുകൾ തോറും ഞാൻ നിങ്ങളോട് അറിയിച്ചു. മാനസാന്തരത്തെ കുറിച്ച് പറഞ്ഞു, യേശുക്രിസ്തുവിനുള്ള വിശ്വാസത്തെ കുറിച്ച് പറഞ്ഞു, യഹൂദന്മാരോടും യവനന്മാരോടും ഞാൻ സാക്ഷിച്ചു. അപ്പം അങ്ങനെ ആ കാര്യങ്ങളെല്ലാം തനിക്ക് ഇപ്പോൾ അവരോട് പറയുവാനുണ്ട്. അതിനുശേഷം പറയുന്നു, ഞാൻ ആത്മാവിൽ ബന്ധിക്കപ്പെട്ടവനായി യെരുശലേമിലേക്ക് പോകുന്നു. എനിക്കിപ്പോൾ യെരുശലേമിലേക്ക് പോയേ പറ്റൂ. അപ്പൊ പൗലോസിന് അതിനെക്കുറിച്ചുള്ള ഒരു വെളിപ്പാടുണ്ടായിരുന്നു. അതുകൊണ്ട് താന് മനഃപൂർവ്വമായിട്ട് യെരുശലേമിലേക്ക് പോകുവാൻ വേണ്ടി താൻ തയ്യാറാവുകയാണ്. അങ്ങനെ സാക്ഷിച്ചപ്പോൾ, ആത്മാവിൽ ബന്ധിക്കപ്പെട്ടവനായി ഞാൻ പോകുന്നു, ബന്ധനങ്ങളും കഷ്ടങ്ങളും എനിക്ക് വേണ്ടി കാത്തിരിക്കുന്നു എന്ന് പരിശുദ്ധാത്മാവ് പട്ടണം തോറും സാക്ഷ്യം പറയുന്നതല്ലാതെ എനിക്ക് നേരിടാനുള്ള ഒന്നും ഞാൻ അറിയുന്നില്ല. അപ്പോൾ ബന്ധനങ്ങളും കഷ്ടങ്ങളും എനിക്ക് വേണ്ടി കാത്തിരിക്കുന്നു എന്നുള്ള അറിവ് എനിക്കുണ്ട്. പക്ഷെങ്കിൽ അത് എന്തൊക്കെയാണെന്നും എവിടെയാണെന്നും ഉള്ള കാര്യങ്ങൾ എനിക്കറിയത്തില്ല. പക്ഷെ ഞാൻ ആത്മാവിൽ ബന്ധിക്കപ്പെട്ട് യെരുശലേമിലേക്ക് പോവുകയാണ് എന്ന് പറയുന്നു. അങ്ങനെ അവരോട് പറയുന്നു, ഇനിയും എനിക്ക് നിങ്ങളുടെ ഇടയ്ക്കിലേക്ക് വരാനോ നിങ്ങളുടെ മുഖം കാണുവാനോ കഴിയത്തില്ല. കാരണം പൗലോസിന് റോമിലേക്ക് പോകുവാനുള്ള ഒരു താല്പര്യം കൂടെ ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് താന് അവരോട് പറയുകയാണ്, എനിക്ക് കർത്താവിന്റെ വേല തികയ്ക്കണമെന്നേ ഉള്ളൂ, അങ്ങനെയുള്ള ആ പ്രാണനെ വിലയേറായിട്ട് എണ്ണുന്നില്ല എന്നെല്ലാം താൻ പറഞ്ഞ ശേഷമായിട്ട് താന് അവരോട് ഇടയ ശുശ്രൂഷയെ കുറിച്ച്, ഗുരുപദേശങ്ങളെ കുറിച്ച് എല്ലാം അവരെ പറഞ്ഞ് മനസ്സിലാക്കുന്നു. തന്റെ ഹൃദയം അവർക്ക് വേണ്ടി തുറക്കുന്നു. ഇങ്ങനെ പറഞ്ഞിട്ട് മുട്ടുകുത്തി അവരെല്ലാവരും കൂടെ പ്രാർത്ഥിച്ചു. അപ്പോൾ അവിടെ അവര് വന്നത് മിലേത്തോസിൽ നിന്ന് എഫെസോസിലേക്ക് ആളയച്ച് മൂപ്പന്മാരെ വരുത്തി. അവര് ആ പ്രദേശത്ത് നിന്നുകൊണ്ട് എല്ലാവരും മുട്ടുകുത്തി എല്ലാവരോടും കൂടെ പ്രാർത്ഥിച്ചു. മുട്ടുകുത്തി എല്ലാവരും വളരെ കരഞ്ഞു. ഇനിമേൽ അവന്റെ മുഖം കാണുകയില്ല എന്ന് പറഞ്ഞ വാക്ക് കേട്ടപ്പോഴത്തേക്കും അവർ വളരെയധികം ദുഃഖിച്ചു. അവർക്ക് വേണ്ടി വളരെയധികം അധ്വാനിച്ച അവരുടെ ഇടയൻ, അവരുടെ അപ്പോസ്തലൻ, അവരുടെ ലീഡർ ഇനിയും അദ്ദേഹത്തെ കാണുവാൻ കഴിയാത്ത വിധത്തിൽ അദ്ദേഹം യാത്രയാകുന്നു എന്നറിഞ്ഞപ്പോൾ അവർക്ക് വളരെ ദുഃഖമുണ്ടായി. അവരെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. എല്ലാവരും ആ പ്രദേശത്ത് മുട്ടുകുത്തി. അതൊരു വലിയ ഹൃദയഭേദകമായ ഒരു രംഗമായിരുന്നു. പൗലോസ് എഫെസോസിലെ മൂപ്പന്മാരോട് മിലത്തോസിൽ വെച്ച് വിട പറയുന്ന ആ ഒരു രംഗം. വളരെയധികം കരഞ്ഞ് എല്ലാവരും ചുംബിച്ച ശേഷമായിട്ട് അവനെ കപ്പലോളം കൊണ്ടുവിട്ട് പോകുന്നതായിട്ട് നമുക്ക് കാണും. അതിനുശേഷം അപ്പൊ ഇതൊരു വലിയ ഒരു എന്താണ്, ആ ക്രിസ്തീയ സ്നേഹത്തിന്റെയും കൂട്ടായ്മയുടെയും ആ ഒരു ബന്ധമെല്ലാം നമുക്ക് അവിടെ കാണാം. അതിനുശേഷം 21-ാം അധ്യായത്തിൽ പറയുന്നു, അതിനുശേഷം കപ്പല് കയറി അവർ കോസിലും രോദോസിലും വിട്ട് പത്തര എന്ന് പറയുന്ന സ്ഥലത്തെത്തി. ഫെനീഷ്യയിലേക്ക് പോകുന്ന കപ്പൽ കണ്ടിട്ട് അതിൽ കയറി കുപ്രോസ് ദ്വീപ് കണ്ട് അതിനെ ഇടത്തു പുറം വിട്ട് സിറിയയിലേക്ക് ഓടി സോരിലെത്തി. കപ്പൽ അവിടെ ചരക്കിറക്കുവാനുള്ളതായിരുന്നു. ഞങ്ങൾ ശിഷ്യന്മാർ അവിടെയും സോരിൽ ചെന്നപ്പോൾ അവിടെ കുറച്ച് ശിഷ്യന്മാരെ കണ്ടെത്തി. അവിടെയുള്ള വിശ്വാസികള് പൗലോസ് അവിടെ ഉണ്ടെന്നറിഞ്ഞുകൊണ്ട് വന്ന് പൗലോസുമായിട്ട് സ്നേഹബന്ധം പുലർത്തുന്നു. 7 നാൾ അവിടെ പാർത്തു. കാരണം അവിടെ കപ്പലിൽ നിന്ന് ചരക്കിറക്കുകയും പിന്നീട് കയറ്റുകയൊക്കെ ചെയ്യേണ്ടതുകൊണ്ട് 7 ദിവസം അവിടെ കപ്പലുണ്ടായിരുന്നു. അതുകൊണ്ട് 7 ദിവസം അവരോട് കൂടെ പോയി പാർത്തു. അവർ പൗലോസിനോട് ശിഷ്യന്മാരെ അവിടെ കണ്ടെത്തി 7 നാൾ അവിടെ പാർത്തു. അവരുടെ പൗലോസിനോട് യെരുശലേമിൽ പോകരുത് എന്ന് ആത്മാവിനാൽ പറഞ്ഞു. അപ്പോൾ ഇതാണ് മറ്റൊരു വിഷയം എന്ന് പറയുന്നത്. പൗലോസിനോട് പറഞ്ഞു, അവിടുത്തെ യാത്രയിൽ വെച്ച് പൗലോസ് പറഞ്ഞു, ഞാൻ യെരുശലേമിലേക്ക് പോവുകയാണ്.
അപ്പോൾ അവര് പ്രാർത്ഥിച്ചതിന് ശേഷം ആത്മാവിൽ അവർക്ക് വെളിപ്പെട്ട് കിട്ടിയത് ആ ആലോചന പൗലോസിനോട് പറഞ്ഞു, പൗലോസ് നീ യെരുശലേമിൽ പോകരുത്. അവിടുത്തെ താമസം കഴിഞ്ഞിട്ട് ഞങ്ങൾ വിട്ടുപോരുമ്പോൾ അവരെല്ലാവരും സ്ത്രീകളും കുട്ടികളുമായി പട്ടണത്തിന് പുറത്തോളം ഞങ്ങളോടുകൂടെ വന്ന് കടൽക്കരയിൽ മുട്ടുകുത്തി. അപ്പം ഇനിയും ഈ സോരിൽ നിന്നുള്ള ഒരു യാത്രയായപ്പോൾ അപ്പൊ അവിടെ വെച്ചൊരു ദൈവാലോചന ഉണ്ടായി, നീ യെരുശലേമിലേക്ക് പോകരുത്. അതിനുശേഷം സ്ത്രീകളും കുട്ടികളും പട്ടണത്തിന് പുറത്ത് വന്നിട്ട് ആ കടൽ തീരത്ത് ഒരു വലിയ കൂട്ടായ്മയാണ്. കടൽ തീരത്ത് എല്ലാവരും കൂടെ മുട്ടുകുത്തുന്നു. കടൽ തീരത്ത് മുട്ടുകുത്തി പ്രാർത്ഥിച്ച് തമ്മിൽ യാത്ര പറഞ്ഞിട്ട് വീണ്ടും അവർ കപ്പൽ കയറി, അവർ വീട്ടിലോട്ടും പോയി, ഇവര് കപ്പൽ കയറി വീണ്ടും പോവുകയാണ്. അങ്ങനെ സോർ വിട്ട് കപ്പൽ വീണ്ടും യാത്ര ചെയ്യുന്നു. യാത്ര ചെയ്ത് തിരികെ പ്ലലോമയിൽ എത്തി സഹോദരന്മാരെ വന്ദനം ചെയ്ത് ഒരു ദിവസം അവരോടുകൂടെ പാർത്തു. പിറ്റേന്നാൾ ഞങ്ങൾ പുറപ്പെട്ട് കൈസരയിലെത്തി. കൈസരയിലെത്തിയപ്പോൾ ആ പഴയ ഫിലിപ്പോസിനെ കണ്ടു. പ്രവചിക്കുന്ന മക്കളൊക്കെയുള്ള ഡീക്കന്മാരിൽ ഒരാളായിട്ടിരുന്നിട്ട് ശൗര്യയിൽ പോയി കർത്താവിനെ സുവിശേഷം അറിയിച്ചിട്ട് പിന്നീട് ഗസയ്ക്കുള്ള പ്രദേശത്ത് പോയി ഷണ്ണനെ സ്നാനപ്പെടുത്തി. അങ്ങനെ വന്ന ആ ഫിലിപ്പോസിനെ കൈസരയിൽ വന്നപ്പോൾ കാണുകയും സുവിശേഷകൻ അവിടെ ചെന്ന് അവനോടുകൂടെ പാർത്തു. അവന് കന്യകുമാരും പ്രവചിക്കുന്നതിനുമായ 4 പുത്രിമാരുണ്ടായിരുന്നു. ഞങ്ങൾ അവിടെ വളരെ ദിവസം പാർത്തിരിക്കുമ്പോൾ അഗബോസ് എന്ന ഒരു പ്രവാചകൻ യഹൂദിയിൽ നിന്ന് വന്നു. യെരുശലേമിൽ നിന്ന് അദ്ദേഹം വരുന്നത്, യെരുശലേമിന്റെ പ്രദേശത്താണ് യഹൂദിയ. അപ്പോൾ അവിടെ നിന്ന് വന്നു. അദ്ദേഹം ഈ പ്രാർത്ഥനയിൽ പങ്കുചേർന്നു. അപ്പോൾ അവിടെ ഒരു വലിയ ഉപവാസ പ്രാർത്ഥന നടക്കുകയാണെന്ന് വേണമെങ്കിൽ പറയാം, ഫിലിപ്പോസിന്റെ വീട്ടിൽ. ആ സമയത്ത് വന്ന പ്രവാചകനാണ് അഗബോസ്. അഗബോസ് ഒരു കാര്യം ചെയ്തു. പഴയ നിയമ പ്രവാചകന്മാര് ചില അടയാളങ്ങൾ കാണിച്ചുകൊണ്ട് പ്രവചിക്കുന്നത് പോലെ പൗലോസിന്റെ ഇടക്കെട്ടിൽ ഉണ്ടായിരുന്ന അരക്കച്ച അഴിച്ചിട്ട് അദ്ദേഹത്തിന്റെ കാലിൽ കെട്ടിയിട്ട് പറഞ്ഞു, ഈ അരക്കച്ചയുടെ ഉടമസ്ഥനെ യെരുശലേമിൽ ഇങ്ങനെ തന്നെ യഹൂദന്മാരാൽ കെട്ടപ്പെടുകയും അവൻ ജാതികളുടെ കയ്യിൽ ഏൽപ്പിക്കുകയും ചെയ്യുമെന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു. അതൊരു പൗലോസിന് രണ്ടാമത്തെ മുന്നറിയിപ്പായിരുന്നു. ഒന്നാമത്തെ ഒരു മുന്നറിയിപ്പ് കിട്ടിയായിരുന്നു, നീ യെരുശലേമിലേക്ക് പോകരുത്. അപ്പൊ പൗലോസ് അതിനു മുമ്പ് പറഞ്ഞു, ഞാൻ എൻ്റെ പ്രാണനെ വിലയേറിയതായിട്ട് എണ്ണുന്നില്ല, എനിക്ക് എൻ്റെ ശുശ്രൂഷ സഹിക്കണമെന്നേ ഉള്ളൂ. അതിനുശേഷമാണ് ഇവിടെ വരുമ്പോൾ യെരുശലേമിലേക്ക് പോകരുതെന്ന് പറയുന്നത്. അവിടുത്തുകാരും അവനോട് അത് തന്നെ പറഞ്ഞു. ഈ കൈസരിയിലുള്ള ആളുകളും പൗലോസിനോട് പറഞ്ഞു, നീ യെരുശലേമിലേക്ക് പോകും. കാരണം യെരുശലേമിൽ പൗലോസിനെതിരെ വലിയ ജനവികാരം ഇളകിയിരിക്കുകയാണ്. പൗലോസ് എന്ന് പറയുന്ന മനുഷ്യനെ കണ്ടാൽ കൊല്ലാൻ വേണ്ടി യഹൂദന്മാർ നോക്കിയിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ പറഞ്ഞ് അതിന് പൗലോസ്, നിങ്ങൾ കരഞ്ഞ് എൻ്റെ ഹൃദയം ഇങ്ങനെ തകർക്കുന്നത് എന്ത്? കർത്താവായ യേശുവിന്റെ നാമത്തിന് വേണ്ടി ബന്ധിക്കപ്പെടുവാൻ മാത്രമല്ല, യെരുശലേമിൽ മരിപ്പാനും ഞാൻ ഒരുങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അവനെ സമ്മതിപ്പിച്ചു കൂടാകിയാൽ കർത്താവിന്റെ ഇഷ്ടം നടക്കട്ടെ എന്ന് പറഞ്ഞ് ഞങ്ങൾ ലൂക്കോസും മറ്റുള്ളവരും എല്ലാം കൂടെ സമ്മതിപ്പിച്ചു. സോ ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്ന ഒരു കാര്യം, പൗലോസ് ദൈവാലോചനയെ നിഷേധിച്ചുവോ? പൗലോസിനോട് യെരുശലേമിൽ പോകരുതെന്ന് ദൈവാത്മാവ് പറഞ്ഞുവോ? ഈ യെരുശലേമിലോട്ട് പോകരുത് എന്ന് പറഞ്ഞത് ആരാണ്? ഈ സോരിൽ വന്നപ്പോഴത്തെ സഹോദരന്മാർ. അവര് പറഞ്ഞു പൗലോസിനോട് യെരുശലേമിലോട്ട് പോകരുത് എന്ന് ആത്മാവിനാൽ പറഞ്ഞു. പക്ഷെങ്കിൽ ആത്മാവ് അവരെ വെളിപ്പെടുത്തിയിരുന്നിരിക്കാം പൗലോസിനുണ്ടാകാനുള്ള കഷ്ടങ്ങളെ കുറിച്ച്. പക്ഷെ ആത്മാവ് അവരോട് പോകരുതെന്ന് പറയാൻ പറഞ്ഞു എന്നുള്ള കാര്യം സംശയം. അഗബോസ് പറഞ്ഞത് പോകരുതെന്നല്ല. അഗബോസ് പറഞ്ഞത് ഈ അരക്കച്ചയുടെ ഉടമസ്ഥനെ ഇതുപോലെ യെരുശലേമിൽ ബന്ധിക്കും, അവൻ ജാതികളുടെ കയ്യിൽ ഏൽപ്പിക്കും. ഇത് കേട്ടപ്പോൾ മറ്റുള്ളവരാണ് പറഞ്ഞത്, നീ അങ്ങോട്ട് പോകരുത്. അപ്പൊ പൗലോസിന് അറിയാമായിരുന്നു, ബന്ധനങ്ങളും കഷ്ടങ്ങളും എനിക്കായി കാത്തിരിക്കുന്നു. അപ്പൊ കഷ്ടതയും പ്രയാസങ്ങളും ബന്ധനങ്ങളും തടവുകളും ഉണ്ട് എന്നുള്ളത് കൊണ്ട് പൗലോസ് അതിനെ ഒഴിവാക്കുവാൻ ശ്രമിച്ചില്ല. കഷ്ടതയുടെയും പ്രയാസത്തിന്റെയും പാതയാണ് ഈ കർത്താവിന്റെ വേല എന്ന് പൗലോസിന് നല്ലവണ്ണം അറിയാമായിരുന്നു. അതുകൊണ്ട് തനിക്ക് കഷ്ടങ്ങൾ ഉള്ളത് കൊണ്ട് ആ കഷ്ടങ്ങളെ ഒഴിവാക്കി
സുരക്ഷിതമായ ഒരു രംഗത്തേക്ക് പോയി സുവിശേഷ വേല ചെയ്യാം എന്ന് താൻ ഒരിക്കലും ചിന്തിച്ചിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് പൗലോസ് പറയുന്നു, ഞാന് യെരുശലേമിൽ മരിക്കാനും ഒരുങ്ങിയിരിക്കുകയാണ്. അപ്പോൾ പിന്നെ എന്നെ ബന്ധിച്ച് ജാതികളിൽ ഏൽപ്പിച്ചാൽ എനിക്ക് യാതൊരു പ്രശ്നവുമില്ല. അങ്ങനെ പൗലോസ് അവിടെ നിന്നും യെരുശലേമിലേക്ക് വരികയാണ്. യെരുശലേമിൽ വന്നപ്പോൾ സഹോദരന്മാർ ഞങ്ങളെ സന്തോഷത്തോടെ, 17-ാം വാക്യം, 21-ാം അധ്യായത്തിന്റെ 17-ാം വാക്യം, ഞങ്ങളെ സന്തോഷത്തോടെ കൈക്കൊണ്ടു. പിറ്റേന്ന് പൗലോസും ഞങ്ങളും യാക്കോബിന്റെ അടുക്കൽ പോയി. മൂപ്പന്മാരെല്ലാവരും അവിടെ വന്നുകൂടി. അവർ വന്ദനം ചെയ്തു. തന്റെ ശുശ്രൂഷയാൽ ദൈവം ജാതികളുടെ ഇടയിൽ ചെയ്ത കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞു കൊടുത്തു. അവർ കേട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തി. അങ്ങനെ ആ യെരുശലേമിൽ വെച്ച് പരിച്ഛേദനക്കാരെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ അവരോട് അറിയിച്ച് കഴിഞ്ഞതിന് ശേഷം 7 ദിവസം തീരാറായപ്പോൾ ആസിയിൽ നിന്ന് വന്ന യഹൂദന്മാർ അവനെ ദേവാലയത്തിൽ കണ്ടിട്ട് പുരുഷാരത്തെ ഒക്കെയും ഇളക്കി അവനെ പിടിച്ചു. യെരുശലേം ദേവാലയത്തിൽ പൗലോസിനെ കണ്ട യഹൂദന്മാർ ആളുകളെ കൂട്ടിക്കൊണ്ടുവന്ന് പ്രശ്നമുണ്ടാക്കി. ഇവൻ ജനത്തിനും ന്യായപ്രമാണത്തിനും ഈ സ്ഥലത്തിനും വിരോധമായി എല്ലായിടത്തും എല്ലാവരെയും ഉപദേശിക്കുന്നവനാണ്. ഇവൻ യവനന്മാരെയും ദേവാലയത്തിൽ കൂട്ടിക്കൊണ്ടുവന്ന് വിശുദ്ധ സ്ഥലം തീണ്ടിക്കളഞ്ഞു എന്ന് വിളിച്ചു പറയുകയാണ്. യവനന്മാരെ കൂടെ അവിടെ കൊണ്ടുവന്നു. അപ്പൊ യഹൂദന്മാരുടെ ഈ ദേവാലയത്തിന്റെ പ്രത്യേകത, ദേവാലയത്തിന്റെ പ്രാകാരത്തിന് വെളിയിൽ സ്ത്രീകൾക്ക് വേണ്ടിയുള്ള പ്രാകാരവും, സ്ത്രീകൾക്ക് വേണ്ടിയുള്ള പ്രാകാരത്തിന് വെളിയിൽ ജാതികൾക്ക് വേണ്ടിയുള്ള പ്രാകാരവും. അപ്പൊ ഈ ജാതികൾക്ക് വേണ്ടിയുള്ള പ്രാകാരവും സ്ത്രീകൾക്ക് വേണ്ടിയുള്ള പ്രാകാരവും അതുപോലെ യഥാർത്ഥ പ്രാകാരവും തമ്മിൽ വേർതിരിക്കുന്ന 4 അടി ഉയരമുള്ള മതിൽക്കെട്ടും. അതിനെയാണ് പൗലോസ് വേർപാടിന്റെ നടുച്ചുവർ എന്ന് പറഞ്ഞിരിക്കുന്നത്. വേർപാടിന്റെ നടുച്ചുവർ ഇടിച്ചു കളഞ്ഞു. സ്ത്രീയെന്നും പുരുഷനെന്നും ജാതിയെന്നും യഹൂദനെന്നും വ്യത്യാസമില്ല എന്ന് പറയുമ്പോൾ ഈ വേർപാടിന്റെ നടുച്ചുവർ എന്ന് പറയുന്നത് ഈ പ്രാകാരത്തിലുള്ള മതിൽക്കെട്ടാണ്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ, ഈ ജാതികളുടെ പ്രാകാരത്തിൽ വന്ന് നിന്നുകൊണ്ടാണ് എത്യോപ്യയിലെ ഷണ്ണൻ ദേവാലയത്തിൽ നമസ്കരിച്ചിട്ട് പോയത്. അവൻ അതിനപ്പുറത്തോട്ട് പോകാൻ ഒക്കത്തില്ല. അപ്പൊ ഒരു മതിൽക്കെട്ടിന്റെ മുന്നിൽ വന്ന് നിന്ന് നമസ്കരിച്ചിട്ട് പോവുകയും വേർപാടിന്റെ നടിച്ചുവരാണ്. അപ്പൊ അതിനപ്പുറത്തേക്ക്, ഈ ജാതികളുടെ പ്രാകാരത്തിന് അപ്പുറത്തേക്ക് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ജോസിഫസിന്റെയും യൂസിബസിന്റെയും ഒക്കെ രചനകളിൽ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അവിടെ ഒരു വലിയ വിളംബരം എഴുതി വെച്ചിട്ടുണ്ട്. നമുക്കറിയാലോ, ഈ ചില ഓഫീസുകളിലൊക്കെ ഉണ്ട്, ചെരുപ്പ് ഇവിടെ സൂക്ഷിക്കുക, പാദരക്ഷകൾ ഇട്ടുകൊണ്ട് അകത്ത് കയറരുത്, ഇങ്ങനെയൊക്കെ പറയുന്ന കാര്യം എന്ന് പറയുന്നത് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇത് ജാതികളുടെ പ്രാകാരമാണ്. ഇതിനുള്ളിലേക്ക് വിജാതീയരായ ആരും പ്രവേശിക്കുവാൻ പാടില്ല. അങ്ങനെ പ്രവേശിക്കുന്നവർക്ക് വരാൻ പോകുന്ന ശിക്ഷാവിധിക്ക് അവർ തന്നെ ആയിരിക്കും ഉത്തരവാദികൾ. അതായത് യഹൂദ പ്രമാണികൾ അന്ന് വിധി കൽപ്പിച്ചിരുന്നത്, ഏതെങ്കിലും വിജാതീയൻ അനുവദിക്കപ്പെട്ട സ്ഥലത്തിന് അപ്പുറത്തേക്ക് ദേവാലയത്തിലേക്ക് കയറിയാൽ ദേവാലയം തീണ്ടും. അങ്ങനെ തീണ്ടിക്കുന്നവനും അതിന് പ്രേരിപ്പിച്ചവനും മരണശിക്ഷ അനുഭവിക്കണം. യാതൊരു ഇതുമില്ല. കാരണം ദേവാലയത്തെ അശുദ്ധമാക്കും. ഒരു യവനനോ ഒരു റോമക്കാരനോ അനുവദിക്കപ്പെട്ടതിന് അപ്പുറത്തേക്കുള്ള സ്ഥലത്ത് പ്രവേശിച്ചാൽ. അപ്പൊ പൗലോസിനെതിരെ ഇപ്പോൾ ഇവര് പറയുന്നത്, ഇവൻ യവനന്മാരെ കൊണ്ടുവന്ന് ദേവാലയം തീണ്ടിപ്പിച്ചു എന്നവർ വിളിച്ചു പറയുകയാണ്. അപ്പൊ ദേവാലയം തീണ്ടിക്കുന്നവനെ എന്ത് ചെയ്യണം? വിചാരണ കൂടാതെ യഹൂദന്മാർക്ക് കൊല്ലാനുള്ള അധികാരമുണ്ട്. അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കുറ്റമാണെന്നുണ്ടെങ്കിൽ റോമാക്കാരാണ് കുറ്റം വിധിക്കേണ്ടത്. പക്ഷെ ഇവർക്ക് തന്നെ ഇവനെ കൊല്ലാം. അപ്പൊ അതുകൊണ്ട് പൗലോസിനെ പിടിച്ച് ദേവാലയത്തിന് പുറത്തേക്ക് ഇഴച്ചു കൊണ്ടുപോയി, കൊല്ലാൻ വേണ്ടി കൊണ്ടുപോയി. ഉടനെ വാതിലുകൾ അടച്ചു കളഞ്ഞു. അവർ അവനെ കൊല്ലുവാൻ ശ്രമിക്കുമ്പോൾ യെരുശലേമൊക്കെയും വലിയ കലക്കത്തിലായി. പട്ടാളത്തിന്റെ സഹസ്രാധിപന് വർത്തമാനമെത്തി. അവൻ ക്ഷണത്തിൽ പടയാളികളെയും ശതാധിപന്മാരെയും കൂട്ടി അവരുടെ നേരെ പാഞ്ഞു വന്നു. അവൻ സഹസ്രാധിപനെയും പടയാളികളെയും കണ്ടപ്പോൾ പൗലോസിനെ അടിക്കുന്നത് നിർത്തി. അവര് വന്നപ്പോഴത്തേക്കും പൗലോസിനെ അവര് കുതിരെ തല്ലുകയാണ്. അപ്പം സഹസ്രാധിപൻ അടുത്ത് വന്നു. അവനെ പിടിച്ച് 2 ചങ്ങല വെക്കാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ ചങ്ങല വെക്കുന്നു. ആര്
എന്തു ചെയ്തു എന്നും ചോദിച്ചു. പുരുഷാരത്തിൽ ചിലർ ഇങ്ങനെയും ചിലർ അങ്ങനെയും നിലവിളിച്ചുകൊണ്ടിരുന്നു. ആരവാരം ഹേതുവായി നിശ്ചയമൊന്നും അറിഞ്ഞുകൂടായകയാൽ അവനെ കോട്ടയിലേക്ക് കൊണ്ടുപോകുവാൻ കൽപ്പിച്ചു. പടിക്കെട്ടിന്മേലായപ്പോൾ അവനെ കൊന്നു കളക എന്ന് ആർത്തുകൊണ്ട് ജനസമൂഹം പിഞ്ചെന്നു. അപ്പൊ സഹസ്രാധിപൻ അവനെ വിളിച്ചുകൊണ്ട് വിലങ്ങൊക്കെ വെച്ച് കൊണ്ടുപോകുമ്പോൾ തന്നെ യഹൂദന്മാർ വീണ്ടും അവനെ കൊല്ലണം എന്ന് പറഞ്ഞുകൊണ്ട് അവനെ കൊല്ലാൻ വേണ്ടി തന്നെ ആർത്ത് വിളിച്ചുകൊണ്ട് ചെല്ലുകയാണ്. പുരുഷാരത്തിന്റെ ബലാത്കാരം മേടിച്ചിട്ട് പടയാളികൾ അവനെ എടുക്കേണ്ടി വന്നു. നോക്കണം, പൗലോസിനെ ഇനിയും വലിച്ചിഴയ്ക്കാൻ ഒക്കത്തില്ല, പൗലോസിനെ ഇനി നടത്തിക്കൊണ്ട് പോകാൻ ഒക്കത്തില്ല. പടയാളികൾ അവനെ എന്ത് ചെയ്തു? എടുത്തുകൊണ്ട് പോവുകയാണ്. കാരണം ഇല്ലെങ്കിൽ അവനെ കൊല്ലും. അപ്പൊ അവനെ സംരക്ഷിക്കുവാൻ പടയാളികൾക്കാണ് ഇപ്പോൾ ദൈവ ഉത്തരവാദിത്വം കൊടുത്തേക്കുന്നത്. കോട്ടയിൽ കടക്കാറായപ്പോൾ പൗലോസ് സഹസ്രാധിപനോട് പറഞ്ഞു, എനിക്ക് നിന്നോട് ഇച്ചിരി കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പോൾ അവനെ ഈ ഗ്രീക്ക് ഭാഷ അറിയാമെന്നുള്ളത് കൊണ്ട് അദ്ദേഹത്തിന് വലിയ താല്പര്യം. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, കുറച്ചുനാൾ മുമ്പ് നീയാണോ ഈ വലിയ കലഹമൊക്കെ ഇവിടെ ഉണ്ടാക്കിയത്? കഠാരക്കാരെ മരുഭൂമിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയ മിശ്രൈമിൽ നീയാണോ? കഠാരക്കാരെന്ന് പറയുന്നത് യഹൂദന്മാരുടെ ഇടയിലുള്ള വലിയ തീവ്ര സംഘങ്ങളാണ്, എരിവുകാരുടെ കൂട്ടത്തിൽ തന്നെയുള്ള തീവ്ര സംഘമാണ്. ഇപ്പൊ ഈ മാർക്സിസ്റ്റുകാരുടെ ഇടയിൽ തന്നെ ഈ നക്സൽ ഗ്രൂപ്പ് എന്ന് പറയുന്ന ഗ്രൂപ്പ് ഉണ്ടെന്ന് പറഞ്ഞ പോലെ കഠാരയും കൊണ്ട് നടക്കുന്ന ആളുകളാണ് കഠാരക്കാരെന്ന് പറയുന്നത്. അപ്പൊ ആ ഗ്രൂപ്പിലുള്ള ആളായിരുന്നു എനിക്ക് തോന്നുന്നത് ഈ എരിവുകാരനായ ശീമോൻ എന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നല്ലോ യേശുവിന്റെ സംഘത്തിൽ. അവൻ ആ കൂട്ടത്തിലുള്ള ആളാണെന്ന് പറയുന്നത്. ഈ യൂദാസും ആ കൂട്ടത്തിലുള്ള ഒരു ഗലീലക്കാരനായിരുന്നു എന്നൊക്കെയാണ് പറയുന്നത്. അപ്പം ഈ അവരുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവർ ഈ വലിയ കുപ്പായം ധരിച്ചുകൊണ്ട് ഉത്സവം നടക്കുന്ന സ്ഥലത്ത് പോയിട്ട് കുപ്പായത്തിനുള്ളിൽ ഒരു ചെറിയ കഠാര കാണും, അതുകൊണ്ട് ആളുകളെ കുത്തി മുറിവേൽപ്പിച്ച് കലഹം ഉണ്ടാക്കും. അങ്ങനെയാണ് ഇവർക്ക് ഈ കഠാരക്കാരെന്നുള്ള പേര് വന്നത്. അവര് എരിവുകാരാണ്, വിപ്ലവകാരികളാണ്, ബറബാസിന്റെ ഒക്കെ ഗ്രൂപ്പിൽപ്പെട്ട ചില സംഘങ്ങളാണ്. അപ്പം അങ്ങനെയുള്ള ആളുകൾ. അപ്പൊ അങ്ങനെ കലഹം ഉണ്ടാക്കിയത് നീയാണോ എന്ന് ചോദിച്ചാൽ പൗലോസ് പറഞ്ഞു, ഞാൻ കിരിക്കക്കാരനായ തർസോസ് എന്ന പ്രസിദ്ധ നഗരത്തിലെ പൗരനായ ഒരു യഹൂദനാകുന്നു. ജനത്തോട് സംസാരിക്കാൻ എനിക്ക് അനുവാദം വേണമെന്ന് അപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞു. അവൻ അനുവദിച്ചപ്പോൾ പൗലോസ് പടിക്കെട്ടിൽ നിന്നുകൊണ്ട് ജനത്തെ ആംഗ്യം കാട്ടി വളരെ ജനമെല്ലാം മൗനമായ ശേഷം അവൻ എബ്രായ ഭാഷയിൽ വിളിച്ചു പറഞ്ഞു. ഇപ്പോൾ പൗലോസിന് ഈ കലഹമുണ്ടായി കൂടി വന്ന യെരുശലേമിലെ എല്ലാ ജനത്തോടും പ്രസംഗിക്കുവാനുള്ള കൺവെൻഷൻ സ്റ്റേജ് ആയിട്ട് ഇപ്പോൾ ആ സ്ഥലം മാറുകയാണ്. പടിക്കെട്ട്, അവിടെയുള്ള കോട്ടയുടെ പടിക്കെട്ട് പൗലോസിന് സുവിശേഷത്തിന്റെ വേദിയാക്കി കൊടുത്തു. ആര് വേദിയാക്കി കൊടുത്തു? സഹസ്രാധിപൻ വേദിയാക്കി കൊടുത്തു. അവന് കാവലായിട്ട് നിൽക്കുന്നത് ഇപ്പോൾ അവിടുത്തെ പടയാളികളാണ്. അപ്പോ ആ വലിയൊരു കലഹം അവനെ കൊല്ലുവാൻ ഭാവിച്ചു. യഹൂദന്മാരെല്ലാം കൊല്ലുവാൻ. ഇപ്പൊ കൊല്ലുവാൻ വന്നവരോടും കലഹമുണ്ടാക്കിയവരോടും എബ്രായ ഭാഷയിൽ കർത്താവിനെ കുറിച്ച് അവരോടെല്ലാം പ്രസംഗിക്കുവാൻ, സുവിശേഷം വളരെ വ്യക്തമായിട്ട് പറയുവാനുള്ള ഔദ്യോഗികമായ ഒരു അവസരം പൗലോസിന് ഉണ്ടാവുകയാണ്. അപ്പൊ പൗലോസിനറിയാം, പൗലോസിന്റെ എല്ലാ കഷ്ടങ്ങളും സുവിശേഷത്തിന്റെ അഭിവൃദ്ധിക്ക് വേണ്ടിയുള്ളതാണ്. കർത്താവ് അതിനു വേണ്ടിയുള്ള അവസരങ്ങളെ കർത്താവ് അവന് നൽകും. അവൻ അവരോട് ആ കാര്യങ്ങളെല്ലാം വിളിച്ചു പറഞ്ഞ് ഒരു ദീർഘമായ 22-ാം അധ്യായത്തിൽ ദീർഘമായ ഒരു പ്രസംഗം, പിതാക്കന്മാരായുള്ളവരെ എനിക്ക് നിങ്ങളോട് പ്രതിവാദം കേട്ടുകൊള്ളുകയും എന്ന് പറഞ്ഞ ശേഷം എബ്രായ ഭാഷയിൽ അവൻ സംസാരിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും എല്ലാവരും നിശബ്ദമായിട്ട് കേൾക്കുകയും ന്യായപ്രമാണ സംബന്ധമായ കാര്യങ്ങൾ പറയുന്നത് കൊണ്ട് വളരെ നിശബ്ദമായിട്ട് അവര് അതെല്ലാം കേട്ടു. പൗലോസ് തന്റെ സാക്ഷ്യം എന്ന് പറഞ്ഞു, താൻ ആരായിരുന്നെന്നും തന്നെ കർത്താവ് എങ്ങനെ വിടുവിച്ചതെന്നും കർത്താവിന്റെ പ്രത്യക്ഷത ഉണ്ടായ കാര്യത്തെ കുറിച്ചെല്ലാം തന്റെ അനുഭവ സാക്ഷ്യം വളരെ വ്യക്തമായിട്ട് അവിടെ പറഞ്ഞു. താൻ രക്ഷിക്കപ്പെട്ട കാര്യം പറഞ്ഞു. അതിനുശേഷം താന് ജാതികളുടെ അടുക്കിലേക്ക് അവനെ അയക്കുമെന്ന് പറഞ്ഞു. ഈ വാക്കോളം അവർ അവനെ ചെവി കൊടുത്തു. പിന്നെ ഇങ്ങനെ അവനെ ഭൂമിയിൽ നിന്ന് ഇങ്ങനത്തെ ഭൂമി നീക്കിക്കളക, ജീവിച്ചിരിക്കുന്ന യോഗ്യമല്ല. 22-ാം വാക്യം, 22 യോഗ്യമല്ല എന്ന് നിലവിളിച്ചു. അവർ വീണ്ടും അവനെ കൊല്ലുവാൻ വേണ്ടി വസ്ത്രം കീറി പൂഴി വാരി മേളോട്ട് എറിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇവർ അങ്ങനെ അവന്റെ നേരെ ആർക്കുവാൻ സംഗതി എന്തെന്നറിയേണ്ടതിന് ചമ്മട്ടി കൊണ്ട് അവനോട് ചോദ്യം ചെയ്യണമെന്ന് സഹസ്രാധിപൻ പറഞ്ഞു. അവനെ കോട്ടയിലേക്ക് കൊണ്ടുപോകാൻ കൽപ്പിച്ചു.
തന്നെ വാറുകൊണ്ട് കെട്ടുമ്പോൾ പൗലോസ് അരികെ നിൽക്കുന്ന ശതാധിപനോട്, ഇപ്പൊ അടിക്കാൻ കൊണ്ടുപോകാം, എത്ര അടിയാന്നറിയാമോ? 39 അടി. ചാട്ടവാറ് കൊണ്ട് 39 അടി അടിച്ച് വിടാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ശതാധിപനോട് പൗലോസ് പറഞ്ഞു, റോമാ പൗരനായ എന്നെ വിസ്താരം കൂടാതെ നിങ്ങൾക്ക് എങ്ങനെ അടിക്കുവാൻ കഴിയും? അപ്പൊ റോമാ പൗരന്റെ പ്രിവിലേജസിൽ ഒന്നാണ് വിചാരണ കൂടാതെ ശിക്ഷിക്കുവാൻ പാടില്ല. അത് മാത്രമല്ല, അവനെ ചാട്ടവാറ് കൊണ്ട് അടിക്കുവാനും പാടില്ല. റോമാ പൗരനുള്ള പ്രത്യേകതയാണ്. അപ്പൊ അതുകൊണ്ട് ഇത് കേട്ടപ്പോഴത്തേക്കും ശതാധിപൻ സഹസ്രാധിപനോട് എന്ന് പറഞ്ഞു, നീ എന്തുവാണ് ചെയ്യാൻ പോകുന്നത്? ഇവൻ റോമാ പൗരനാണ്, ഇവനെ വിചാരണ കൂടാതെ അടിച്ചാൽ നമ്മുടെ പണി പോകും. കാരണം റോമൻ നിയമം വളരെ കർശനമാണ്, നീതിക്ക് വേണ്ടി നിൽക്കുന്ന നിയമമാണ്. അപ്പോൾ ഇങ്ങനെ ഈ നിയമം ലംഘിച്ചു കഴിഞ്ഞാൽ നമുക്ക് പ്രശ്നമാകും, അതുകൊണ്ട് അരുത് എന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം പറഞ്ഞെന്താ പറക, നീ റോമാ പൗരൻ തന്നെ ഒന്ന് സഹസ്രാധിപൻ വന്നു. ഈ സഹസ്രാധിപനും റോമാ പൗരനും. പക്ഷെ സഹസ്രാധിപൻ വലിയ തുക കൊടുത്തിട്ടാണ് ഈ പദവി എടുത്തത്. ഇപ്പം ട്രംപ് പറഞ്ഞിട്ടുണ്ട് അമേരിക്കയിൽ സിറ്റിസൺഷിപ്പ് കൊടുക്കാം, എങ്ങാണ്ട് $500 ലക്ഷം അങ്ങനെ എങ്ങാണ്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ അമേരിക്കൻ പൗരന് ഒരുപാട് പ്രിവിലേജസ് ഉണ്ട്, അവിടെ താമസിക്കാൻ എല്ലാ കാര്യങ്ങളും ഉണ്ട്. പക്ഷെ അതിനൊരു പ്രോസസ്സ് ഉണ്ട്. അപ്പൊ മറ്റു രാജ്യങ്ങളിൽ നിന്ന് വരുന്നവർക്ക് അവിടെ PR കിട്ടണമെന്നുണ്ടെങ്കിൽ, പൗരനാവണമെന്നുണ്ടെങ്കിൽ വലിയ പ്രോസസ്സാണ്. നമ്മളെ ആളുകളൊക്കെ പലരും 13, 15, 16 വർഷമൊക്കെ കാത്തിരുന്ന ശേഷമാണ് ഈ റിലേറ്റീവ്സിന്റെ ഇതിലൊക്കെ കയറിപ്പോവുകയൊക്കെ ചെയ്യുന്നത്. അപ്പം അത് വലിയൊരു പ്രോസസ്സാണ് അവിടെ ഒരു സിറ്റിസൺ ആകുക, അമേരിക്കൻ സിറ്റിസൺ ആകുക. പക്ഷെ ഇപ്പൊ ട്രംപ് പറഞ്ഞു അമേരിക്കൻ സിറ്റിസൺ ആകാൻ ഇത്രയും കഷ്ടപ്പെടണ്ട, $1 ലക്ഷം തരാമെന്നുണ്ടെങ്കിൽ അത് ഒരു മനുഷ്യനെ സംബന്ധിച്ച് പറ്റത്തില്ല. കാരണം എനിക്ക് വന്ന 10,000 കോടി രൂപയെങ്കിലും നമ്മുടെ എമൗണ്ട് ആകും. ഞാനത് റഫായിട്ടൊന്ന് കണക്ക് കൂട്ടി, അത്ര ആണെന്ന് എനിക്കറിയത്തില്ല, ഏകദേശം അതുപോലുള്ള വലിയൊരു എമൗണ്ട്. അത്ര എമൗണ്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് പോരുന്നു. അപ്പൊ സഹസ്രാധിപനോട് പറയുകയാണ്, ഇവൻ റോമാ പൗരനാണോ? ഞാൻ വലിയ തുക കൊടുത്തിട്ടാണ് അത് സമ്പാദിച്ചത്, ഏറിയ മുതൽ കൊടുത്താണ് ഞാൻ ഇത് സമ്പാദിച്ചത്. അപ്പൊ അന്ന് അവിടെ ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു, ഒരു വലിയ തുക കൊടുക്കാന്നുണ്ടെങ്കിൽ പൗരത്വം കിട്ടും. അങ്ങനെ പൗരത്വം കിട്ടിയതാണ്. അപ്പൊ പൗലോസ് പറഞ്ഞു, ഞാൻ അങ്ങനല്ല, ഞാൻ പൗരനായിട്ട് തന്നെ ജനിച്ചതാണ്, റോമൻ പൗരന്റെ മകനായിട്ട് തന്നെ ജനിച്ചത് കൊണ്ട് ഞാൻ റോമൻ പൗരനാണ്. അപ്പം ഭേദ്യം ചെയ്യാൻ ഭാവിച്ചവർ അവനെ വിട്ടുമാറി, അവനെ അടിക്കാനൊക്കത്തില്ലേ, വിട്ടുമാറി. സഹസ്രാധിപനും അവൻ റോമാ പൗരനെന്ന് അറിഞ്ഞപ്പോൾ അവനെ ബന്ധിച്ചത് കൊണ്ട് ഭയപ്പെട്ടു. അവനെ വലങ്ങ് വെക്കാൻ പാടില്ലായിരുന്നു, അവനെ അടിപ്പിക്കാൻ പാടില്ലായിരുന്നു, ഇത്രയും കാര്യങ്ങളൊന്നും അവനോട് ചെയ്യാൻ പാടില്ലായിരുന്നു. പൗലോസ് താൻ റോമാ പൗരനാണെന്നുള്ള കാര്യം അവിടെ വെളിപ്പെടുത്തി. അപ്പൊ തന്റെ പ്രിവിലേജസ് തനിക്ക് ആ സമയത്ത് താൻ ഉപയോഗിച്ചു എന്നുള്ളതാണ്. പിറ്റേന്ന് യഹൂദന്മാർ പൗലോസിനെ ചുമത്തുന്ന കുറ്റത്തിന്റെ സൂക്ഷ്മം അറിവാൻ ഇച്ഛിച്ചിട്ട് അവർ മഹാപുരോഹിതനും ന്യായാധിപ സംഘം ഒക്കെയും കൂടി വരുമ്പോൾ, ന്യായാധിപ സംഘം കൂടി അവനെ വീണ്ടും വിസ്തരിക്കുകയാണ്. ന്യായാധിപ സംഘത്തിന്റെ അടുക്കൽ കൊണ്ടുവന്ന് അവനെ വിസ്തരിക്കുകയാണ്. അങ്ങനെ വിസ്തരിക്കുന്ന സമയത്ത് പൗലോസ് ചെയ്യുന്ന കാര്യം, അവന്റെ സാക്ഷ്യം എല്ലാം പറഞ്ഞ ശേഷം പൗലോസ്, നമുക്കത് അടുത്ത ദിവസം നമുക്ക് പഠിക്കാം, പൗലോസ് അടുത്ത പ്രിവിലേജ് താൻ ഉപയോഗിക്കുകയാണ്. തനിക്ക് ചെയ്യാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഏറ്റവും പരമോന്നത കോടതിയിൽ അപ്പീൽ കൊടുക്കുക എന്നുള്ളത്. താൻ പറഞ്ഞു, ഞാൻ കൈസരെ അഭയം ചൊല്ലുന്നു, ഞാൻ സീസറിനെ അഭയം ചൊല്ലുന്നു. അപ്പൊ ഇനിയും എനിക്ക് എന്റെ കാര്യം ബോധിപ്പിക്കാൻ എനിക്ക് സീസറിന്റെ അടുക്കലാണ് അവസരം തരേണ്ടതെന്ന് പറഞ്ഞ് അങ്ങനെ പൗലോസ് സീസറിന്റെ അടുക്കലേക്ക് പൗലോസിനെ കൊണ്ടുപോകുന്നതിന് വേണ്ടി പൗലോസിനെ അവിടെ സൂക്ഷിക്കുകയും ആ സീസറിന്റെ അടുക്കലേക്ക് ഈ കുറ്റക്കാരനായ പൗലോസിനെ കൊണ്ടുപോകുന്ന യാത്രയാണ് പൗലോസിന്റെ റോമ യാത്ര. അപ്പൊ ഇതിന്റെ ഈ 3ാമത്തെ യാത്ര അവസാനിച്ചു, യെരുശലേമിൽ താൻ പിടിക്കപ്പെട്ടു. ആ പിടിക്കപ്പെട്ട ഭാഗമാണ് നാം ഇപ്പോൾ ചിന്തിച്ചത്. ഇനിയും പിടിക്കപ്പെട്ടതിന്റെ തന്റെ വിചാരണയും കൈസരെ അഭയം ചൊല്ലിയതും റോമിലേക്കുള്ള യാത്രയുമാണ് നമുക്ക് ഇനിയും പഠിക്കാനുള്ളത്. ആ ഭാഗം നമുക്ക് അടുത്ത ദിവസം പഠിക്കാം. ഇപ്പോൾ ഈ പറഞ്ഞ കാര്യത്തിൽ എന്തെങ്കിലും ക്ലാരിറ്റി വരാനുള്ള ഭാഗങ്ങൾ വല്ലതും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം, ഇല്ലെങ്കിൽ നമുക്ക് അവസാനിപ്പിക്കാം.
ഇതാണ് പൗലോസിന്റെ മൂന്നാമത്തെ മിഷണറി യാത്ര. അന്ത്യോക്യ എന്ന് മുകളിൽ കണ്ടോ, വലത്തുവശത്ത് മുകളില് സിലിസിയ എന്നെഴുതിയേക്കുന്ന, കിലിക്യ എന്നെഴുതിയേക്കുന്ന ആ സ്ഥലത്ത് അന്ത്യോക്യയിൽ നിന്ന് യാത്ര പുറപ്പെട്ട് ദീർഘ ദൂരമാണ് താൻ യാത്ര ചെയ്ത് പോയിട്ടുള്ളതിന്റെ യാത്രയുടെ ഒരു ഭാഗമാണ്. ഈ ഇമേജിനകത്ത് കൊടുത്തേക്കുന്ന ഡേറ്റ് നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല. ഡേറ്റ് ചിലപ്പോൾ അങ്ങോട്ട് ഇങ്ങോട്ട് 52, 53 എന്നുള്ള ഡേറ്റ് ഒക്കെ ആയിരിക്കും. ഞാൻ ഈ പോർഷൻസ് നിങ്ങൾക്ക് ഞാൻ ഗ്രൂപ്പിനകത്ത് ഞാൻ ഇട്ടേക്കാം. ഒന്നാമത്തെയും രണ്ടാമത്തെയും മൂന്നാമത്തെയും യാത്രകളുടെ മാപ്പും അതിന്റെ ആ വിവരങ്ങളോട് ഞാൻ ഷെയർ ചെയ്തേക്കാം. നിങ്ങൾക്ക് ജസ്റ്റ് പഠിക്കുമ്പോഴൊന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയും. മറ്റെന്തെങ്കിലും ഉണ്ടോ? ഇല്ലല്ലോ. എല്ലാരും പോയി. ഓക്കെ, EP ഓൺ പാസ്റ്റർ ഉണ്ടോ? EP ജോൺ പാസ്റ്ററെ, ഓക്കെ, നമുക്ക് അവസാനിപ്പിക്കാം. സുമ സിസ്റ്റർ പ്രാർത്ഥിക്കും, അതിനുശേഷം അസ്രാദും പറയും. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. ദൈവമേ സ്തോത്രം, സ്തോത്രം കർത്താവേ, ദൈവമേ സ്വർഗ്ഗീയ നല്ല പിതാവേ, അനുഗ്രഹം പ്രശാന്തമായി സായം സന്ധ്യയും കർത്താവേ, അപ്പസ്തോല പ്രവൃത്തി കർത്താവേ, പൗലോസിന്റെ മിഷനറി യാത്രയെ കുറിച്ചുള്ള ക്ലാസ്സുകൾ കൂടുവാൻ സ്വർഗ്ഗത്തിലെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ സഹായിച്ചു. പ്രിയ സാറിനെ ക്ലാസ് എടുക്കാൻ അവിടുന്ന് അധികാരപ്പെടുത്തി ദൈവസ്നേഹത്തിനായി സ്തോത്രിക്കുന്നു. കൂടി വന്ന ഓരോ പ്രിയപ്പെട്ടവർക്കും അത് വളരെ അനുഗ്രഹമായി, അത് വലിയ ഒരു അറിവിന്റെ പാതയിലേക്ക് നയിക്കുവാൻ തക്കോണം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അവിടുന്ന് സഹായിക്കുന്നതിനാ നന്ദി പറയുന്നു. ക്ലാസ്സിൽ കടന്നു വന്ന ഓരോ പ്രിയപ്പെട്ടവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ക്ലാസ് എടുത്ത സാറിനായ സ്തോത്രം, സൈമൻ സാറിനായ സ്തോത്രം, ഫാക്കൽറ്റി മെമ്പേഴ്സിനായ സ്തോത്രം. എല്ലാവരും ഒരുമിച്ച് അനുഗ്രഹിക്കും. കർത്താവൻ കാര്യങ്ങൾ ചെയ്യും. യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും നമ്മെ ആശ്വസിപ്പിച്ച വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും സഹവാസവും കാവലും നമ്മോടും നാം ഓർത്ത് പ്രവർത്തിച്ച സകല വിഷയങ്ങളോടും നമ്മുടെ സെമിനാരിയോടും മറ്റു പ്രവർത്തനങ്ങളോടും എല്ലാം ഇപ്പോഴും നീക്കം ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ.